Good morning. Quantum ഭൗതികവും നവയുഗ ആത്മീയതയും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സയൻസ് പഠിക്കാത്തവർക്ക് ക്വാണ്ടം മെക്കാനിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു വലിയ സാഹസമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അനുഭവ മണ്ഡലത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് വിവരിക്കുന്നത്. അതായത് അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിൽ പ്രകൃതി എങ്ങനെ പെരുമാറുന്നു, പ്രകൃതി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെയാണ് ക്വാണ്ടം ഭൗതികം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അത് സൗകര്യത്തിന് വേണ്ടി ഫിസിക്സിലെ നിയമങ്ങളെ രണ്ടായിട്ട് ഞാൻ തിരിക്കുകയാണ്. ഒന്നാമത് മൈക്രോസ്കോപ്പിക് ലോകത്ത് നമ്മുടെ സ്ഥൂല പ്രപഞ്ചത്തിൽ വാലിഡ് ആയിട്ടുള്ള നിയമങ്ങൾ, നമുക്ക് തൽക്കാലം തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വിളിക്കാം. ക്ലാസിക്കൽ നിയമങ്ങൾ, ക്ലാസിക്കൽ ചലന നിയമങ്ങൾ. ന്യൂട്ടൻ്റെ ഇക്വേഷനെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഈ ന്യൂട്ടൻ്റെ ഇക്വേഷനെല്ലാം അനുസരിച്ചാണ് ആപ്പിൾ വീഴുന്നതും വെടിയുണ്ടകൾ പായുന്നതും റോക്കറ്റിനെ വിടുന്നതും എല്ലാം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അനുസരിച്ചാണ്. അതാണ് നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ സിദ്ധാന്തം. ഇതിനെ ഞാൻ ക്ലാസിക്കൽ ലോകമല്ല, ക്ലാസിക്കൽ സിദ്ധാന്തം, അതുപോലെ മൈക്രോസ്കോപ്പിക് ലോകം എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മൈക്രോസ്കോപ്പിക് ലോകം കൂടെ ഉണ്ട് എന്നുള്ളത് കുറേയധികം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് തെളിഞ്ഞത്. അതായത് 1920 ആയപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ഇക്വേഷൻ വളരെ ഫേമസ് ആയി. അപ്പോൾ ഏകദേശം തിയററ്റിക്കൽ ഫിസിക്സ് തീർന്നു എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. ഇനി ചെറിയ മൈനർ പ്രോബ്ലംസ് ഉള്ളൂ, നമ്മളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങളനുസരിച്ച്. 1920 ആയപ്പോഴേക്കും. അപ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഫിസിസിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് എക്സ്പെരിമെൻ്റൽ കാര്യങ്ങൾ, എക്സ്പെരിമെൻ്റലായിട്ടുള്ള മെഷർമെൻറ്റ്സ്, എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഡാറ്റ, ഇതിനെയാണ് ഞാൻ എക്സ്പീരിയൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1920 ആയപ്പോഴേക്കും ടെക്നോളജി കുറേ കൂടി ഡെവലപ്പ് ചെയ്തു. കൂടുതൽ ഹൈ എനർജിയിലുള്ള എക്സ്പീരിയൻസ് നടത്താൻ പറ്റി. അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിൽ പ്രകൃതി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഡാറ്റ വന്നു തുടങ്ങി. ഈ ഡാറ്റ കിട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ചത് വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള, പ്യുവർലി മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു തിയറിയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിലെല്ലാം മാത്തമാറ്റിക്സ് ആണ്. ഫിസിക്സിൻ്റെ ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ മാത്തമാറ്റിക്സ് ആണ്. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെല്ലാം മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ കുറച്ചുകൂടെ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങും. കാരണം നമുക്ക് കാണുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പറയാം. ഒരു ആപ്പിൾ എന്തുകൊണ്ടാണ് വീഴുന്നത്, ഒരു പന്തിൻ്റെ ട്രജക്ടറി എന്തായിരിക്കും, ട്രജക്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാത്ത്, പന്ത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും, വെടിയുണ്ട എങ്ങനെയാണ് സഞ്ചരിക്കുക, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള കാര്യങ്ങളുമായിട്ട്, നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കാൻ കഴിയും. ഇനി അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്യുവർലി എക്സ്പെരിമെൻ്റലാണ്, നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പം വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഇതൊരു സാഹസമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത്ര വലിയ സാഹസമാണ് എന്തിനത് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. അങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സാഹസങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ചെറിയ തരത്തിലുള്ള സാഹസങ്ങൾ ഇഷ്ടമാണ്. എൻ്റെ വേറെ കാരണം എന്താണെന്നാൽ, ഈ ഫിസിക്സ് പഠിച്ചവർ ഈ ക്വാണ്ടം മെക്കാനിക്സ് പറയാതിരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിറങ്ങും. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ തരികയാണ്, അത് പിന്നീട് വിശദീകരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്കിത് മുഴുവൻ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വീണ്ടും ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. റിച്ചാർഡ് പി ഫെയ്ൻമാൻ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറഞ്ഞത് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. അപ്പോൾ എന്താണ് ഫെയ്ൻമാൻ ഉദ്ദേശിച്ചതെന്നുള്ള വഴിയെ മനസ്സിലാവും. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തല്ല ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയാനാണ്. കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാം. ഇനി ഞാൻ ക്വാണ്ടം എവരിവെയർ എന്ന് പറയുന്നത്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ. ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ക്വാണ്ടം ലോകം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ദീപക് ചോപ്ര എന്ന് പറയുന്നത്. ദീപക് ചോപ്ര എന്ന് പറഞ്ഞൊരു ഓൾട്ടർനേറ്റ് ഹീലിംഗ്, ഈ ക്വാണ്ടം കോൺഷ്യസ്നെസ് ഇതൊക്കെയാണ് ഇങ്ങേരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് ഉദാഹരണമായിട്ട് സെൻറ്റൻസ് വായിക്കാം, പിന്നീട് ഞാനത് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത്. ആദ്യം ഒരു ഉദാഹരണത്തിന്, ഇറ്റ് വാസ് ഓൺലി വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് എന്നുള്ളത് ഉപയോഗിച്ചു, ദാറ്റ് സയൻറ്റിസ്റ്റ് ബിഗാൻ ടു കൺസിഡർ അഗെയിൻ ദ ഓൾഡ് ക്വസ്റ്റ്യൻ ഓഫ് ദ പോസിബിലിറ്റി ഓഫ് കോംപ്രിഹെൻഡിങ് ദ വേൾഡ് ആസ് എ ഫോം ഓഫ് മൈൻഡ്. ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് വന്നതോടെ, ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിലൊരു തിയറിയാണ്, അത് വന്നതോടെ ലോകത്തെ മനസ്സിൻ്റെ ഒരു ഫോമായിട്ട് കാണാൻ സയൻറ്റിസ്റ്റ്സ് പഠിച്ചു എന്നുള്ളതാണ്. നമ്മൾ പിന്നീട് പരിശോധിക്കാൻ പോകുന്നതായിരുന്നു. അതുപോലെ അടുത്തത്, ഇൻഡീഡ് ദ ക്വാണ്ടം തിയറി ഇംപ്ലൈസ് ദാറ്റ് കോൺഷ്യസ്നെസ് മസ്റ്റ് എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് ദ കണ്ടന്റ് ഓഫ് ദ മൈൻഡ് ഇസ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം ഇങ്ങനെ ഇംപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് പിന്നീട് നമ്മൾ പരിശോധിക്കും. അതുപോലെ കോൺഷ്യസ്നെസ് മേ എക്സിസ്റ്റ് ഇൻ ഫോട്ടോൺസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ കോൺഷ്യസ്നെസ് ഇങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സാണ്. എല്ലാത്തിലും കോൺഷ്യസ്നെസ് കണ്ടുപിടിച്ചാൽ, ഇലക്ട്രോണിനും ഫോട്ടോണിനും യൂണിവേഴ്സിനെല്ലാം കോൺഷ്യസ്നെസ് ഉണ്ട്. കോൺഷ്യസ്നെസ് പറഞ്ഞാൽ പ്രജ്ഞ, അതും അത്ര എളുപ്പം വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു വാക്കല്ല.
അതുപോലെ if we do not look at it, the moon is gone. നമ്മൾ നോക്കുന്നില്ല, ചന്ദ്രൻ അവിടെ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണ് കാരണം എന്നാണ്. The moon exists in consciousness. No consciousness, no moon. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ കാണും. എവിടെ നോക്കിയാലും ഇൻ്റർനെറ്റിൽ ക്വാണ്ടം എന്ന് നോക്കുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അല്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ കാണാൻ കഴിയുക. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ക്വാണ്ടം ഹീലിംഗ്, അതുപോലെ ദ ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്. എല്ലായിടത്തും ക്വാണ്ടം ആണ്. ഇതൊരു തന്ത്രമാണ്, സ്യൂഡോ സയൻസിൻ്റെ ഒരു പ്രധാന തന്ത്രമാണ്. ഫിസിക്സിൽ അല്ലെ സയൻസിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ, ആൾക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എടുത്തിട്ട് അത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇംപ്ലൈ ചെയ്യുന്നതെന്ന് അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഫിസിക്സ് എന്താണെന്ന് അറിയില്ല, ഫിസിക്സ് എന്താ പറയുന്നതെന്ന് അറിയില്ല, അവരിത് വിശ്വസിച്ചു. അതാണ് ഈ സ്യൂഡോ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു മെത്തേഡ് അതാണ്, അവരുടെ മെത്തഡോളജി അതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ ഇതെൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ചെന്ന സ്ക്രീൻഷോട്ട്. അവർ തമ്മിൽ എന്തോ ഫേസ്ബുക്കിൽ ഡിസ്കഷൻ ഉണ്ടായപ്പോൾ തേങ്ങ ഉടയ്ക്കുന്നതിലെ ശാസ്ത്രീയതയെക്കുറിച്ച്, തേങ്ങ ഉടയ്ക്കുന്നതിലും ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ച് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് തേങ്ങ ഉടയ്ക്കുന്ന അമ്പലത്തിൻ്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നുണ്ട്, അതിനെന്തോ ശാസ്ത്രീയമായിട്ടുള്ള സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുത്തു തന്നേ ഉള്ളൂ. അതിൽ ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വീഡിയോ യൂട്യൂബിൽ കണ്ടു നോക്കൂ. നിങ്ങൾ ഈ ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടാൽ തേങ്ങ ഉടയ്ക്കുന്നതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാവും, ക്വാണ്ടം മെക്കാനിക്കൽ ശാസ്ത്രീയത മനസ്സിലാവുന്നതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ലിൻ മാക്ടഗാർട്ട് ഇൻറ്റൻഷൻ എക്സ്പെരിമെൻ്റ് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഓതറിനെ കുറിച്ച്. അവർ കുറേ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അതിൻ്റെയും ബേസിക് ഐഡിയ ഈ ക്വാണ്ടം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുക്കുകയാണ്. കോമൺ സെൻസ് ഇസ് ദ കളക്ഷൻ ഓഫ് പ്രജുഡിസസ് അക്വയർഡ് ബൈ ദ ഏജ് 18. ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ടാണ്. പൊതുബോധം, നമ്മുടെ സാമാന്യബോധം, കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുൻവിധികളുടെ ആകത്തുകയാണ്. മുൻവിധികൾ എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് മുൻവിധികൾ ഉണ്ടാകുന്നത്. ഈ മുൻവിധികളുടെ ആകത്തുകയാണ് കോമൺ സെൻസ് എന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം അറ്റോമിക് സബാറ്റോമിക് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൊതുബോധത്തെ, നമ്മുടെ സാമാന്യബോധത്തെ, നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന പല കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മസിൽ പിടിച്ചിരിക്കുക, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, മുഴുവൻ അങ്ങനെ ലോജിക്കലായിട്ടിരിക്കേണ്ട, കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക. കാരണം നമ്മളെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് വിശദീകരിക്കാം. ഒന്ന് സ്ഥാനം, പൊസിഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ, ഒരു കണികയുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു ഡയമെൻഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ് അതിൻ്റെ സ്ഥാനമായി. ഇപ്പോൾ 3 ഡയമെൻഷനിലാണെങ്കിൽ 3 ഡിസ്റ്റൻസസ് വേണം. അല്ലെങ്കിൽ ഒരു ബോർഡിലാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും പറഞ്ഞ അതിൻ്റെ പൊസിഷനായി. തൽക്കാലം ഒരു ഡയമെൻഷൻ വിചാരിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഒരു കണികയിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനായി. അതിനാണ് സ്ഥാനം എന്ന് പറയുന്നത്. സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ ആക്കം, മൊമെൻറ്റം. ഈ പൊസിഷൻ മൊമെൻ്റ് എന്നുള്ള കാര്യം പിന്നീട് ഉപയോഗിക്കുന്നതാണ്. മൊമെൻ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ്. മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിണ്ഡം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് നമ്മൾ സാധാരണ രീതി പറയുന്നത് വേഗത. അപ്പോൾ എന്തുകൊണ്ടാണ് മൊമെൻ്റം എന്നുള്ള ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് വേറൊരു വസ്തുവിൽ ചെന്നിടിച്ച് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏകദേശം ഒരു അളവാണ് ഈ മൊമെൻ്റം എന്ന് പറയുന്നത്, അല്ലെ ആക്കം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു സൈക്കിളും ഒരു ബസ്സും ഒരേ വേഗത വന്ന് നമ്മളെ ഇടിച്ചാലും നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുക ബസ് വന്നിടിക്കുമ്പോഴാണ്. കാരണം എന്താ, ഒരേ സ്പീഡിലാണ് വരുന്നതെങ്കിലും ബസ്സിൻ്റെ പിണ്ഡം കൂടുതലാണ്, മാസ് കൂടുതലാണ്. അപ്പോൾ അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന എഫക്റ്റ് കൂടുതലാണ്, ഇമ്പാക്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാസും വെലോസിറ്റിയും കണക്കാക്കുന്നത്. അതുപോലെ ഒരേ മാസുള്ള, ഒരേ പിണ്ഡമുള്ള 2 വസ്തുക്കൾ, ഒരേ പിണ്ഡമുള്ള 2 കാറുകൾ തന്നെ എടുക്കുക. അതിൽ കൂടുതൽ സ്പീഡിൽ വരുന്ന കാർ നമ്മൾ വന്ന് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പരിക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതായത് കൂടുതൽ സ്പീഡ് ഉണ്ടെങ്കിലും അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന എഫക്റ്റ് കൂടുതലായിരിക്കും. കൂടുതൽ മാസ് ഉണ്ടെങ്കിലും ഇടിയുടെ ആഘാതം കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ മൊമെൻറ്റം അല്ലെ ആക്കം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മാസിൻ്റെയും പിണ്ഡത്തിൻ്റെയും വേഗതയുടെയും ഗുണനഫലത്തിനാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതുപോലെ കണിക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. കണികയുടെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നീല കുത്ത്. കണിക എന്ന് പറയുന്നത് സ്പേസിൽ ഒരു പൊസിഷനിലുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ കണിക എന്ന് പറയുന്നത്. നമുക്കറിയാം പാർട്ടിക്കിൾ. കണിക എന്ന് പറയുന്നത് സ്പേസിൽ ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ കണിക എന്ന് പറയുന്നത്.
അതുപോലെ അടുത്ത് തരംഗം. വേവ് എന്ന് പറയുന്നത് ഈ കണികയുടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. വേവിൻ്റെ ചിത്രമാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തരംഗമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. തരംഗത്തിന് ക്രെസ്റ്റും ട്രഫും ഉണ്ട്. നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ക്രെസ്റ്റ് എന്നും താഴേക്കുള്ളതിനെ ട്രഫ് എന്നും പറയും. ഇപ്പോൾ ഒരു കയർ ഒരു അറ്റത്ത് കെട്ടിയിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അതിലൊരു തരംഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് ക്രെസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് തരംഗം എന്ന് പറയുന്ന ഒരു വൈബ്രേഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരേ വൈബ്രേഷൻ അവസ്ഥയിലുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ വേവ് ലെങ്ത് എന്നുള്ള വാക്ക് ഞാൻ പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തരംഗത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. മൊമെൻ്റ് എന്ന് പറയുന്നത് കണികയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. കണികയ്ക്കാണ് ഒരു മൊമെൻ്റ് ഉള്ളത്. കണിക നീങ്ങുന്നുണ്ടാവും, അതിനൊരു മാസ് ഉണ്ടാവും, വെലോസിറ്റി ഉണ്ട്, അപ്പോൾ അതിന് മൊമെൻ്റ് ഉണ്ടാവും. വേവ് ലെങ്ത് എന്ന് പറയുന്നത് തരംഗത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ സംഭാവ്യത അഥവാ പ്രോബബിലിറ്റി എന്നുള്ള വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും. പ്രോബബിലിറ്റി എന്താണെന്ന് ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാം. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെന്ന് കരുതുക. കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. അപ്പോൾ ഹെഡോ ടെയിലോ വരാനുള്ള സംഭാവ്യത എന്താണ്? നമുക്ക് രണ്ടിലൊന്നാണ്, കാരണം രണ്ട് സാധ്യതയുള്ളത്. അപ്പോൾ രണ്ടിലൊന്നാണ് ഇത് വരാനുള്ള സംഭാവ്യത. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് വേറെ രീതിയിലും പറയാം. ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് വരാനുള്ള സംഭാവ്യത എന്താണെന്ന് നമുക്ക് വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് പറഞ്ഞാൽ വളരെയധികം തവണ നമ്മൾ ടോസ് ചെയ്യുക. ഒരു 10,000 തവണ ടോസ് ചെയ്യുക. എന്നിട്ട് എത്ര തവണ ഹെഡ് വന്നു എന്ന് എണ്ണുക. ഈ 10,000 തവണ ടോസ് ചെയ്തിട്ട് എത്ര തവണ നമുക്ക് ഹെഡ് കിട്ടിയെന്നുള്ളത് എണ്ണുക. അപ്പോൾ എത്ര തവണ നമ്മൾ ടോസ് ചെയ്തു, അതിൻ്റെ മുകളിൽ എത്ര തവണ നമുക്ക് ഹെഡ്സ് കിട്ടിയെന്നുള്ളത് എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംഭാവ്യത കിട്ടും. അതായത് 10,000 തവണ ടോസ് ചെയ്യുമ്പോൾ 5,000 തവണ ഹെഡ്സ് കിട്ടുകയാണെങ്കിൽ 5,000 ഹരിക്കണം 10,000 എന്നുള്ളതാണ് ഹെഡ് കിട്ടാനുള്ള സംഭാവ്യത. അത് 1/2 ആണ്. നമുക്ക് 50-50 ആണ്. ഇപ്പോൾ ഈ പ്രോബിലിറ്റീസ് വർക്കൗട്ട് ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് വേണം. അതായത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 ആണെന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ 10 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അത് 5-5 എന്ന് വന്നോളണമെന്നില്ല. പക്ഷെ 100 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏകദേശം 50 തവണ ഹെഡ് 50 തവണ ടെയിലും കിട്ടാനാണ് സാധ്യത. അങ്ങനെ 1000 തവണയാക്കുമ്പോൾ അത് 500-500 അടുത്ത് വരും. 10,000 തവണയാക്കുമ്പോഴേക്കും കൃത്യം ഏകദേശം 5,000 എന്നുള്ള അളവിൽ കിട്ടും. അതായത് പ്രോബിലിറ്റി എന്നുള്ള വർക്ക് ചെയ്യുന്ന ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സിൻ്റെ കേസിലാണ്. ഈ വാക്കുകൾ ഞാൻ പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ചില വാക്കുകൾ, ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള അസംഷനിൽ വിട്ടുപോകുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി സംശയങ്ങൾ അവസാനം ചോദിച്ചാൽ മതി. ഞാൻ പറയുന്ന ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ എക്സ്പീരിയൻസസിനെ വിവരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ അറ്റോമിക് സബാറ്റോമിക് തലങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഡേറ്റയെ വിവരിക്കാനുള്ള ഒരു സിദ്ധാന്തമാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എക്സ്പീരിയൻസിനെല്ലാം നമുക്ക് ഒറ്റ എക്സ്പെരിമെൻ്റ് കൊണ്ട് സിമ്പിളൈസ് ചെയ്യാം, ഒറ്റ എക്സ്പെരിമെൻ്റ് കൊണ്ട് പ്രതിനിധീകരിക്കാം. അതിനെയാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഡബിൾ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ട ദ്വാരം എന്നർത്ഥമുള്ളൂ. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ദ്വാരം, ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ദ്വാരമാണ്. അപ്പോൾ നിങ്ങളവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ സ്ലിറ്റ് എന്ന് എഴുതിയേക്കുന്ന ചുവട്ടിൽ 2 ദ്വാരങ്ങൾ കാണാം. അതിൻ്റെ പുറകിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ക്രമീകരണം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ ഇലക്ട്രോണുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ടാണ് നമ്മൾ അതിനെ വിവരിക്കുന്ന ഒരു തിയറിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ക്ലാസിക്കലായിട്ടുള്ള ഒബ്ജക്ട്സ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ക്ലാസിക്കലായിട്ട് ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു വെടിയുണ്ടകൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ് അനുസരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മെഷീൻ ഗണ്ണെടുത്ത് ഒരു ഡബിൾ സ്ലിറ്റ് നടുക്ക് വെച്ചിട്ട് ഒരു സ്ക്രീനിലേക്ക് വെടിവെക്കുകയാണ്, ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന പാറ്റേൺ ആണ് അവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. വോൾ എന്ന് എഴുതിയത്. അപ്പോൾ വെടിയുണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ക്രീനിന് വരെ ഒരു ഭിത്തി തന്നെ വേണ്ടി വരും. അപ്പോൾ ഓരോ വെടിയുണ്ടയും പോയിട്ട് ഭിത്തിയിൽ തറച്ച് അവിടെ ഒരു ചെറിയ ഓട്ട ഉണ്ടാവും, ചെറിയൊരു കുഴി ഉണ്ടാവും. ആ കുഴികളുടെ ആകത്തുകയാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ലിറ്റ് ഉണ്ട്. ആദ്യത്തെ സ്ലിറ്റിൽ കൂടെ കടന്നു പോകുന്ന വെടിയുണ്ടകളാണ് ആദ്യത്തെ പാറ്റേൺ ഉണ്ടാക്കുന്നത്. കുത്തുകുത്തുകളാണെന്ന് കാണാം. അതായത് വെടിയുണ്ട അവിടെ ചെന്ന് തറച്ച പാടാണ് അവിടെ ഞാൻ വരച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. അതായത് സ്ലിറ്റ് ഒന്നിൽ കൂടെ കുറേ വെടിയുണ്ടകൾ കടന്നു പോകും. ആ വെടിയുണ്ടകൾ തറച്ചിട്ട് ഭിത്തിയിൽ അങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. സ്ലിറ്റ് 2, രണ്ടാമത്തെ സ്ലിറ്റ് കൂടെ, രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോകുന്ന വെടിയുണ്ടകളാണ് രണ്ടാമത്തെ പാറ്റേൺ നിർമ്മിക്കുന്നത്. ഇത് വ്യക്തമായി കരുതുന്നു. ഇതൊരു ക്ലാസിക്കൽ ബിഹേവിയറാണ്. ഈ പാറ്റേണിന് നമുക്കൊരു ക്ലാസിക്കൽ ബിഹേവിയർ എന്ന് പറയും. കാരണം വെടിയുണ്ടകൾ ഇങ്ങനെ തന്നെ പെരുമാറും നമുക്കറിയാം. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി ഈ ക്ലാസിക്കൽ ബിഹേവിയറുമായിട്ടാണ് നമ്മൾ ഇലക്ട്രോണുകളെ കമ്പയർ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ പറഞ്ഞു അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിലുള്ള ബിഹേവിയറാണ്. ഇപ്പോൾ അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷേ ഇലക്ട്രോണിനെ ഞാൻ ഒരു പ്രതിനിധിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ അറ്റോമിക് സബ് ആറ്റോമിക് തലങ്ങളിലെ എല്ലാ കണികകൾക്കും ഇത് ബാധകമാണ്. ഇനി ഇലക്ട്രോൺ എന്താണെന്ന് നമുക്ക് അറിയണം. ഇലക്ട്രോൺ എന്താണെന്ന് അറിയണമെങ്കിൽ പരീക്ഷണം നടത്തണം. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ പാറ്റേൺ ഉണ്ടായാലും ആർക്കും സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. ഈ പാറ്റേൺ എങ്ങനെ ഉണ്ടായിരുന്നു അത് ക്ലിയർ അല്ലേ? കാരണം വെടിയുണ്ടകൾക്ക് കൃത്യമായിട്ടുള്ള ട്രജക്ടറി ഉണ്ട്. ഒന്നാമത്തെ സ്ലിറ്റിൽ കൂടെ കടന്നു പോകുന്നത് ഭിത്തിയിൽ അവിടെ ഇവിടെ തറച്ചിട്ട് അവിടെ അതിന് നേരെ ഒരു പാറ്റേൺ കിട്ടും. രണ്ടാമത്തെ സ്ലിറ്റിൽ കൂടെ കടന്നു പോകുന്നത് അവിടെ വേറൊരു പാറ്റേൺ ഉണ്ടാകും. രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോകുന്നത് അത് വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഇലക്ട്രോണിലേക്ക് പോകാം. ഇലക്ട്രോണിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് തുടങ്ങണം. ആദ്യം സ്ലിറ്റ് മാറ്റി വെച്ചിട്ട് ഒരു ഇലക്ട്രോൺ ഗൺ എന്ന് പറയും. ഇലക്ട്രോൺ സോഴ്സ് ആണ് ഇലക്ട്രോൺ ഗൺ എന്ന് പറയും. ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ സ്ക്രീനിലേക്ക് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡോട്ട് തന്നെയാണ്. അതായത് വെടിയുണ്ട ഷൂട്ട് ചെയ്യുമ്പോൾ ഭിത്തിയിലൊരു കുഴി ഉണ്ടാകുന്ന പോലെ ഇലക്ട്രോൺ സ്ക്രീനിൽ ഒരു ഡോട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ വെടിയുണ്ടേ പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അക്കാര്യത്തിൽ വെടിയുണ്ടേ പോലെ കണികയെ പോലെ തന്നെയാണ് ഇലക്ട്രോൺ പെരുമാറുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നാൽ ഈ രണ്ട് സ്ലിറ്റും വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു ദ്വാരം മാത്രം വയ്ക്കുക. സ്ലിറ്റ് എന്ന് പറഞ്ഞ ദ്വാരമാണ്. ഒരു ദ്വാരം മാത്രം തുറന്നു വയ്ക്കുക. എന്നിട്ട് സ്ക്രീനിലേക്ക് ഇലക്ട്രോൺസിനെ കടത്തിവിടുക. ഞാൻ പറയുകയാണ് ഇതൊരു ചിന്താ പരീക്ഷണമാണ്. കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് തൽക്കാലം ചിന്താ പരീക്ഷണം എന്നുള്ള നിലയിൽ ഇതിനെ കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ ഈ എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല, കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം ആവശ്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കണ്ട. അതായത് ഇലക്ട്രോൺസിനെ ഈ സ്ലിറ്റിൽ കൂടെ ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ് സംഭവിക്കും നമുക്കറിയാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ സ്ലിറ്റ് കൂടെ കടത്തി വിടുമ്പോൾ ആ സ്ലിറ്റിന് നേരെ നമുക്കൊരു പാറ്റേൺ കിട്ടും. കുഴപ്പമൊന്നുമില്ല, കാരണം ഓരോ ഇലക്ട്രോണും ചെന്ന് സ്ക്രീനിൽ ഓരോ ഡോട്ട് ഉണ്ടാക്കും. അങ്ങനെ ഈ ഒന്നാമത്തെ സ്ലിറ്റ് കൂടെ കടന്നു വരുന്ന ഇലക്ട്രോണെല്ലാം ആ സ്ലിറ്റിന് നേരെ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു. ഇതിലും കുഴപ്പമൊന്നുമില്ല. വെടിയുണ്ടകളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പെരുമാറുക. നമ്മൾ തോക്കെടുത്ത് ഒരു സ്ലിറ്റിൽ കൂടെ വെടിവെക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പെരുമാറുക, കുഴപ്പമില്ല. വീണ്ടും അടുത്ത് നമ്മൾ രണ്ടാമത്തെ സ്ലിറ്റിൽ കൂടെയും ഒന്നാമത്തെ സ്ലിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്നാമത്തെ ദ്വാരം അടച്ചു വെച്ചിട്ട് രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ മാത്രം ഇലക്ട്രോണുകളെ കടത്തിവിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ദ്വാരത്തിന് നേരെയും ഇതുപോലൊരു പാറ്റേൺ കിട്ടുന്നു. കുഴപ്പമില്ല, വെടിയുണ്ടകൾ ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് രണ്ട് ദ്വാരങ്ങളും തുറന്നു വെച്ചുകൊണ്ട് ഇലക്ട്രോൺസിനെ അതിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. രണ്ട് ദ്വാരങ്ങളും തുറന്നു വെച്ചുകൊണ്ട് ഇലക്ട്രോണുകളെ അതിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കണ്ട രണ്ട് പാറ്റേണിൻ്റെ ആകത്തുകയാണ്. ഈ രണ്ട് പാറ്റേണുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെടിയുണ്ടകളെ പോലെ തന്നെയാണ് ഇതുവരെ ബിഹേവ് ചെയ്യുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആക്ച്വലി കിട്ടിയത് ഈ സാധനമാണ്. ഓക്കെ, വെടിയുണ്ടകൾ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇടതുവശത്തുള്ള സ്ക്രീനിൽ കിട്ടിയ പാറ്റേൺ ആണ്. പക്ഷേ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലെ പാറ്റേണിനാണ്. അപ്പോൾ ഈ പാറ്റേണിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേൺ അല്ല. തൽക്കാലം നമുക്ക് അതിനൊരു പേര് കൊടുക്കുക. ഈ പാറ്റേണിനെ കുറിച്ച് പറയണമെങ്കിൽ പിന്നീട് സൂചിപ്പിക്കണമെങ്കിൽ നമുക്ക് പേര് വേണം. നമുക്ക് തൽക്കാലം അതിനെ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കാം. ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കുന്നതിന് കാരണങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം അതിനൊരു പേരായിട്ട് കണക്കായി ഇൻ്റർഫറൻസ് പാറ്റേൺ. അതായത് രണ്ടാമത്തെ സ്ക്രീനിൽ ആക്ച്വലി ഒബ്റ്റൈൻഡ് എന്നുള്ള കേസിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പാറ്റേണിനെ നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കാം. ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാറ്റേൺ ആയിരിക്കും ഉദ്ദേശിക്കുക. അതായത് ഒരു സ്ലിറ്റ് തുറന്നു വയ്ക്കുമ്പോൾ, ഒരു ദ്വാരം മാത്രം തുറന്നു വയ്ക്കുമ്പോൾ ഇലക്ട്രോണുകൾ പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് രണ്ട് ദ്വാരങ്ങളും തുറന്നു വയ്ക്കുമ്പോൾ ഇലക്ട്രോണുകൾ പെരുമാറുന്നത്. അപ്പോൾ ഇതാണ് സബാറ്റോമിക് തലങ്ങളിൽ ഇലക്ട്രോൺ ഉപയോഗിച്ച് നടത്തുന്ന എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണിച്ചത്. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ഇതിനെ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ആദ്യത്തെ വിശദീകരണം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപക്ഷെ രണ്ട് ദ്വാരങ്ങളെയും കൂടെ കടന്നു വരുന്ന ഇലക്ട്രോണുകൾ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻറ്ററാക്ട് ചെയ്തിട്ടായിരിക്കും ഈ പാറ്റേൺ കിട്ടുന്നത് എന്നാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വിശദീകരണം. ശരിയല്ല, അതൊരു പോസിബിൾ വിശദീകരണമാണ്. അതായത് രണ്ട് സ്ലിറ്റിൽ കൂടെയും ഇലക്ട്രോണുകൾ കടന്നു പോകും വെടിയുണ്ടകളെ പോലെ തന്നെ. പക്ഷേ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നതായിരിക്കാം എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു വിശദീകരണം. പക്ഷേ ഇത് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇൻ പ്രിൻസിപ്പിൾ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഓരോ ഇലക്ട്രോണിനെ കടത്തിവിടുക. അതായത് ഒരു ഇലക്ട്രോൺ സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞ് മാത്രം അടുത്ത ഇലക്ട്രോണിനെ കടത്തിവിടുക. അങ്ങനെയാണ് ഇലക്ട്രോണുകൾ കൂട്ടിമുട്ടുന്ന സാധ്യത നമുക്ക് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ കടത്തിവിടുക, അത് സ്ക്രീനിൽ എത്തി ഒരു ഡോട്ടാണ്, കുഴപ്പമില്ല. വീണ്ടും ഒരു ഇലക്ട്രോണിനെ കടത്തിവിടുക, വീണ്ടും ഒരു ഡോട്ടാണ് കിട്ടുന്നത്, കുഴപ്പമില്ല. പക്ഷെ കുറേ സമയം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ പാറ്റേൺ തന്നെ കിട്ടും. അതായത് ആക്ച്വലി ഒബ്റ്റൈൻഡ് എന്ന് കാണിക്കുന്ന പാറ്റേൺ തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് പെരുമാറുന്നത്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഇലക്ട്രോൺസ് പെരുമാറുന്നത് ഇങ്ങനെയാണ്. അതായത് ഓരോ ഇലക്ട്രോണിനെ 1 by 1 കടത്തി വിട്ടാലും നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇനി ഇതിനെ വിശദീകരിക്കുക എന്ന് പറയുന്നതാണ്
ബുദ്ധിമുട്ടേറിയ കാര്യം. ഇതുപോലുള്ള അനേകം എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, പല പ്രോപ്പർട്ടീസ് ഇതുപോലെ എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോഴല്ലേ ഇതിന് സമാനമായിട്ടുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ കുറേ ആലോചിച്ച് കഴിഞ്ഞ് ഫിസിസിസ്റ്റ് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കുകയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ ആകെ ഒരു സാധ്യത, കാരണം സിംഗിൾ ഇലക്ട്രോൺസ് നമ്മൾ കടത്തിവിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ആദ്യത്തെ ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോകുന്നതാണ്, അല്ലേ? ഓരോ ഇലക്ട്രോണിനെ കടത്തിവിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ അത് ആദ്യത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോകും, അല്ലെങ്കിൽ രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് എന്ന് എഴുതിയ പാറ്റേൺ കിട്ടുള്ളൂ. അതായത് ഓരോ ഇലക്ട്രോൺ ഒന്നുകിൽ ഒന്നാമത്തെ ദ്വാരത്തിൽ കൂടെ അല്ല രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് എന്ന് എഴുതിയ പാറ്റേൺ ലഭിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇതാണ്. അപ്പോൾ ഇതിനെ വിശദീകരിക്കാൻ കുറേ ബുദ്ധിമുട്ട് കഴിഞ്ഞതിന് വിശദീകരിക്കാൻ നമുക്ക് ആകെയുള്ളൊരു വഴി എന്താണെന്ന്, ഓരോ ഇലക്ട്രോണുകളും രണ്ട് ദ്വാരത്തിൽ കൂടെയും ഒരേ സമയത്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുകയാണ്, ഇതിനെ വിശദീകരിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് ഓരോ ഇലക്ട്രോണുകളും രണ്ട് ദ്വാരത്തിൽ കൂടെ ഒരേ സമയത്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് സബാറ്റോമിക് തലങ്ങളിൽ എക്സ്പീരിയൻസ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാക്റ്റാണിത്. ഒരു ഇലക്ട്രോണിന് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കരുത്, കാരണം അതിന് വിശദീകരണമില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സബാറ്റോമിക് തലങ്ങളിൽ ഇലക്ട്രോണുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് വിവരിക്കുകയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന്, വിശദീകരിക്കില്ല. അങ്ങനെ ഒരു വിശദീകരണം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നേച്ചർ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇലക്ട്രോണിന് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യുന്നത്. രണ്ട് ദ്വാരങ്ങളും തുറന്നിട്ടുണ്ടെങ്കിൽ ബിഹേവ് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഒരു ദ്വാരം തുറന്നിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് പെരുമാറുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്, രണ്ട് ദ്വാരം തുറന്നിട്ടുണ്ടോ ഒരു ദ്വാരം മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നുള്ളത് ഇലക്ട്രോണിന് എങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് വ്യക്തമായി വരുന്നത്, അതായത് രണ്ട് ദ്വാരങ്ങളും തുറന്നിരിക്കുമ്പോൾ ഇലക്ട്രോണുകൾ പെരുമാറുന്നത് ഒരു ദ്വാരം മാത്രം തുറന്നിരിക്കുമ്പോൾ പെരുമാറുന്നതെന്ന് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്, രണ്ട് ദ്വാരങ്ങളും തുറന്നിട്ടുണ്ടോ അതോ ഒന്ന് മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് എല്ലാ നിരീക്ഷണങ്ങളോടും ചേർന്ന് പോകുന്ന ആകെ ഒരു ഉത്തരം ഓരോ ഇലക്ട്രോണും ഒരേ സമയം രണ്ട് ദ്വാരങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണ്. നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനെയാണ് ഫൈൻമാൻ പറഞ്ഞത് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ സാധാരണ ഫിസിക്സിൽ നമുക്ക് മനസ്സിലാത്ത എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കോമൺ ട്രിക്ക് ഉണ്ട്, നമ്മളതിനൊരു പേര് കൊടുക്കും. പേര് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പേര് ഉപയോഗിച്ച് നമുക്കത് ശീലമായിക്കോളൂ. പ്രകൃതി എങ്ങനെയാണ് സബാറ്റോമിക് തലങ്ങളിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പതുക്കെ ശീലമായിക്കോളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ. അതായത് ഒരു ഇലക്ട്രോണിന് ഒരേ സമയത്ത് രണ്ട് ദ്വാരങ്ങളിൽ കൂടെ കടന്നു പോകാൻ കഴിയും, ഒരേ സമയത്ത് ഒന്നിലധികം അവസ്ഥകളിലായിരിക്കാൻ കഴിയും എന്ന ഫാക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇനി സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒന്നിലധികം അവസ്ഥകളിൽ ഇലക്ട്രോണിന് ഒരേ സമയത്ത് ആയിരിക്കാൻ കഴിയും എന്ന് പറയുന്ന കാര്യത്തിനാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൽ ബാക്കി അനേകം പരീക്ഷണങ്ങളും കാണിക്കുന്നത് സാധ്യമായ എല്ലാ അവസ്ഥകളിലും ഒരുമിച്ച് ആയിരിക്കാൻ ഇലക്ട്രോണിന് കഴിയും എന്ന് തന്നെയാണ്. തുടർന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഹിസ്റ്റോറിക്കലി ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെയല്ല ഡെവലപ്പ് ചെയ്തത്, അത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഹിസ്റ്റോറിക്കലായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതികളാണ്, ഇത്ര സിമ്പിളല്ല. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് മനസ്സിലാവും ലോജിക്കലായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. കൃത്യം ഇങ്ങനെയല്ല ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത്. ഞാനൊരു ലോജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ ഈ സൂപ്പർ പൊസിഷൻ എന്നുള്ള എഫക്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്നുണ്ട്. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഫിസിസിസ്റ്റിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു കാണിക്കാൻ ഞാൻ ചെറിയ സിനിമ എന്നുള്ളൊരു ക്ലിപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, നന്ദൻ എന്നുള്ള സിനിമ എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രം കുമ്പിടിയെ കാണുകയാണ് ഒരു സ്ഥലത്ത്. കുമ്പിടി ഒരു മഹർഷിയായിട്ടാണ്, അതായത് ഒരു കള്ളസ്വാമിയായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തോ തട്ടിപ്പ് ചെയ്യുകയാണെന്ന് ഇന്നസെൻറ്റിന് മനസ്സിലായി. അപ്പോൾ ഓടിച്ചെന്ന് വീട്ടിൽ വിവരം പറയാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് കുമ്പിടിയെ കണ്ടു. നമ്മളായിരുന്നു ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ ക്വാണ്ടം കുമ്പിടി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കുമായിരുന്നു, ഈ ഇലക്ട്രോണുകൾ ഒന്നിലധികം അവസ്ഥകളിലായിരിക്കുന്നതിന്. അപ്പോൾ ഈ ഇന്നസെൻറ്റിൻ്റെ മുഖം കാണുന്നില്ല, ഈ അവസ്ഥയായിരുന്നു ഏകദേശം സയൻറ്റിസ്റ്റിന്. ഇലക്ട്രോണുകൾ ഒന്നിലധികം അവസ്ഥയിൽ ഒരുമിച്ചായിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇന്നസെൻറ്റ് കുറച്ചുകൂടെ സയൻറ്റിഫിക്കലി മൈൻഡഡ് ആയിരുന്നെങ്കിൽ ഇതിലെന്തോ കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, വരുന്ന വഴിക്ക് എവിടെയെങ്കിലും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു, ഈ വീഡിയോ റെക്കോർഡ്. അങ്ങനെയാണ് CCTV പരിശോധിക്കുകയാണെങ്കിൽ കുമ്പിടി അതിൽ കൂടെ ഓടി ഇങ്ങോട്ട് വന്ന കാര്യം
ഇന്നസെൻറ്റിന് മനസ്സിലാവുകയായിരുന്നു. ഇന്നസെൻ്റ് അത്ര നമ്മൾ മലയാളികളെ പോലെ അത്ര സയൻറ്റിഫിക്കലി പൊതുവെ ആൾക്കാരെ പോലെ അത്ര സയൻറ്റിഫിക്കലി ഓറിയൻറ്റഡ് അല്ലാത്ത കാരണം കുമ്പിടി ഒരേ സമയത്ത് 2 സ്ഥലത്ത് ആയിരുന്നു എന്നാണ് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തോട് വിശ്വസിക്കുന്നത്. പക്ഷേ സയൻറ്റിസ്റ്റ് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് റോൾ ക്യാമറ പ്രയോഗം നടത്തി നോക്കാം. അതായത് ഓരോ ഇലക്ട്രോണും യഥാർത്ഥത്തിൽ 2 ദ്വാരങ്ങളിൽ കൂടെ ഒരുമിച്ച് കടന്നു പോകുന്നുണ്ടെന്ന് നമ്മളൊരു സിദ്ധാന്തം പറഞ്ഞു അല്ലേ, അങ്ങനെ ഒരു ഫാക്റ്റാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു. ഇത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഒളിക്യാമറകൾ വെച്ചാൽ അത് 2 ദ്വാരത്തിൻ്റെ അവിടെയും ഓരോ ഒളിക്യാമറ വയ്ക്കുക. ഞാൻ ഈ ക്യാമറ എന്നൊക്കെ പറയുന്നത് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ട് ലാംഗ്വേജ് ആണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ പറയാനുള്ള രസത്തിന് നമുക്ക് തൽക്കാലം വീഡിയോ ക്യാമറ എന്ന് പറയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതാണ്, 2 സ്ലിറ്റിൻ്റെ അവിടെയും ഓരോ ക്യാമറ വയ്ക്കുക. എന്നിട്ട് ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടെയാണ് ഒരേ സമയത്ത് 2 സ്ലിറ്റിൽ കൂടെയും കടന്നു പോകുന്നുണ്ടോയെന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് നോക്കാം. എന്നിട്ട് ഓരോ ഇലക്ട്രോണിനെ കടത്തി വിട്ട് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും അത്ഭുതപ്പെടുകയാണ്. കാരണം 2 ക്യാമറയിലും ഒരു ഇലക്ട്രോണിനെ കാണുന്നില്ല, ഒരു ക്യാമറയിൽ മാത്രമേ ഇലക്ട്രോണിനെ കാണാൻ കഴിയുന്നുള്ളൂ. അതായത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ്റർഫറൻസ് പാറ്റേൺ വിശദീകരിക്കണമെങ്കിൽ ഒരേ ഇലക്ട്രോൺ 2 സ്ലിറ്റിൽ കൂടി ഒരേ സമയത്ത് കടന്നു പോകണം എന്ന് പറഞ്ഞു. ഇനി അത് ശരിയാണോ ചെക്ക് ചെയ്യാൻ നമ്മൾ അവിടെ 2 ക്യാമറ വയ്ക്കുകയാണ്. ക്യാമറ വെച്ച് കഴിയുമ്പോൾ കാണുന്നത് ഇലക്ട്രോൺ 2 സ്ലിറ്റിൽ കൂടെയും കടന്നു പോകുന്നില്ല. ഓരോ ഇലക്ട്രോൺ ഒന്നുകിൽ ആദ്യത്തെ ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദ്വാരത്തിൽ കൂടെ മാത്രമാണ് കടന്നു പോകുന്നത് എന്നാണ് ക്യാമറകൾ കാണിക്കുന്നത്, എന്നാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ തെറ്റായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടൊരു പേരൊക്കെ കൊടുത്തു അല്ലേ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ തെറ്റായിരുന്നോ എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ക്യാമറ വെച്ച് കഴിയുമ്പോൾ ഇലക്ട്രോണുകൾ ബിഹേവ് ചെയ്യുന്ന വെടിയുണ്ടകളെ പോലെയാണ്. അതായത് ഒരേ ഇലക്ട്രോൺ 2 ദ്വാരത്തിൽ കൂടെ ഒരേ സമയത്ത് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്ന പാറ്റേൺ അല്ല ക്യാമറ വയ്ക്കുമ്പോൾ കിട്ടുന്നത്. അതായത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇലക്ട്രോണുകൾ വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ നിരീക്ഷിക്കാത്തപ്പോൾ ഇലക്ട്രോണുകൾ 2 സ്ലിറ്റിൽ കൂടെയും കടന്നു പോയിട്ട് നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് കിട്ടുന്നത്. നേരത്തെ പാറ്റേൺ ഓർമ്മയുണ്ടാവും. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, ഇലക്ട്രോണിനെ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ നഷ്ടമായി. അപ്പോൾ ഒരു ദ്വാരത്തിൽ കൂടെ കടന്നു പോയ വെടിയുണ്ടകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് ഈ കേസിലും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾ നോക്കാത്തപ്പോൾ ഇലക്ട്രോണുകൾ എല്ലാ അവസ്ഥയിലും ഒരുമിച്ചായിരിക്കും. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അതിനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒന്നിലധികം അവസ്ഥകളിൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ നഷ്ടമാവുകയും ചെയ്യും. ഇതാണ് എക്സ്പീരിയൻസ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച റിയാലിറ്റി. ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അപ്പോൾ പണ്ട് ഫൈൻമാനോട് ആരോ ചോദിച്ചു, ഇതേ കാര്യമാണ് ഫൈൻമാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ, അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ ലോകം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊക്കോളൂ. അപ്പോൾ ലോകം ഇങ്ങനെയാണ്, പ്രകൃതി ഇങ്ങനെയാണ് സബാറ്റോമിക് ലെവലിൽ പെരുമാറുന്നത്. യു കനോട്ട് എസ്കേപ്പ് ഫ്രോം ദാറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ക്യാമറ ഇല്ലാതെ ചെയ്തപ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടിയ പാറ്റേൺ ഇതാണ്. ക്യാമറ ഉള്ളപ്പോൾ നമുക്ക് കിട്ടിയത് പാറ്റേൺ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടത്. ഇതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് പ്രോബ്ലം എന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. മെഷർമെൻറ്റ് പ്രോബ്ലം ഇതാണ്, നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇലക്ട്രോണുകൾ പെരുമാറുന്നത് നിരീക്ഷിക്കാത്തപ്പോൾ പെരുമാറുന്നതെന്ന് വ്യത്യസ്തമായിട്ടാണ്. അത് നമ്മുടെ മെഷർമെൻറ്റ്, നമ്മുടെ ആക്ട് ഓഫ് മെഷർമെൻറ്റ് ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ മാറ്റുന്നുണ്ട്, ഇലക്ട്രോണിൻ്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൽ നമുക്ക് പരിചയമില്ലാത്ത സാധനമാണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പന്ത് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കിയാലില്ലെങ്കിലും ഒരേ രീതിയിലാണത് ബിഹേവ് ചെയ്യുക. അങ്ങനെ മറിച്ചുള്ള എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഒന്നും നമുക്കില്ല. നമ്മൾ നോക്കാത്തപ്പോൾ വേറെ രീതിയിലാണ് കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇലക്ട്രോണുകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു രീതിയിൽ, നിരീക്ഷിക്കാത്തപ്പോൾ വേറെ രീതിയിലുമാണ് പെരുമാറുന്നത്. വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ട് ഓഫ് മെഷർമെൻറ്റ് സംഹൗ ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ അവസ്ഥയെ ഏതോ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആത്മീയതക്കാരും സ്യൂഡോ സയൻറ്റിസ്റ്റും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആകെപ്പാട് ആശയക്കുഴപ്പമായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആശയക്കുഴപ്പമായിട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ ക്വാണ്ടം ലോകം എങ്ങനെയാണ് നമുക്ക് വെളിവായതെന്ന് ഒന്നുകൂടെ പറയുകയാണ്. ആദ്യത്തേത് സൂപ്പർ പൊസിഷൻ തത്വം. ഏത് ദ്വാരത്തിലൂടെ കടന്നു പോകുന്നതെന്നറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇലക്ട്രോണുകൾ 2 ദ്വാരങ്ങളിലൂടെയും ഒരുമിച്ച് കടന്നു പോവുകയും നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ, നമ്മൾ വിളിച്ച ഒരു പാറ്റേൺ ലഭ്യമാവുകയും ചെയ്യും. ഇനി ഏത് ദ്വാരത്തിലൂടെ കടന്നുപോയി എന്നറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഒരു ദ്വാരത്തിലൂടെ മാത്രം കടന്നു പോകുന്നതായി കാണാൻ കഴിയുകയും സ്ക്രീനിലെ ഇൻ്റർഫറൻസ് പാറ്റേൺ നഷ്ടപ്പെട്ട് ഇലക്ട്രോണുകൾ സാധാരണ വെടിയുണ്ടകളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഈ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിനെ വിവരിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്കാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായിരിക്കണം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അടിസ്ഥാനമായിരിക്കണം. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സിദ്ധാന്തമാണ് ക്വാണ്ടം സിദ്ധാന്തം, അല്ലെ ക്വാണ്ടം മെക്കാനിക്സ്, അല്ലെ ക്വാണ്ടം ഭൗതികം എന്ന് നമ്മൾ വിളിക്കുന്നത്.
ഇതൊരു ഗണിത മാതൃകയാണ്. ഗണിത മാതൃകയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞ സൂപ്പർപൊസിഷനാണ്. ഇലക്ട്രോണുകൾക്ക് ഒന്നിലധികം അവസ്ഥകളിൽ ഒരുമിച്ചായിരിക്കാം. ഒരു നിരീക്ഷണമാണ് നിശ്ചിത സ്ഥാനമോ മറ്റ് നിരീക്ഷിക്കാവുന്ന സ്വഭാവങ്ങളോ നിർണ്ണയിക്കുന്നത്. ഇലക്ട്രോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുന്നതിന് മുമ്പ് അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനമൊന്നുമില്ല. നമ്മുടെ നിരീക്ഷണമാണ്, ആക്ട് ഓഫ് മെഷർമെൻ്റ് ആണ് അതിന് നിശ്ചിതമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത്. ഇത് നമുക്ക് എക്സ്പെരിമെൻ്റിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്, ഞാൻ പറയുന്നതല്ല, എക്സ്പെരിമെൻ്റ് നമുക്ക് വെളിവായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ഈ സിദ്ധാന്തം എന്താ പ്രവചിക്കുക? കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു പന്ത് അടിച്ചു വിട്ടാൽ കൃത്യം എങ്ങോട്ട് പോകും, എവിടെ എത്തുന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ നമ്മൾ നോക്കാത്തപ്പോൾ എല്ലായിടത്തും ഉണ്ട്, നോക്കി കഴിയുമ്പോൾ ഏതൊരു സ്ഥലത്തേക്ക് ചുരുങ്ങി. ഇങ്ങനെ ഒരു സിദ്ധാന്തത്തിന് എന്താണ് പ്രവചിക്കാൻ കഴിയുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള സിദ്ധാന്തത്തിനും പ്രവചിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് സംഭാവ്യത. അതായത് നമ്മൾ നിരീക്ഷിക്കാത്ത സമയത്ത് ഇലക്ട്രോൺ എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച്. പക്ഷെ നിരീക്ഷിക്കുമ്പോൾ ഒരു നിശ്ചിത സ്ഥാനത്ത് അതിനെ കാണാനുള്ള സംഭാവ്യത അല്ലെ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ പോയിന്റിൽ തന്നെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിനെ, 1000 തവണ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഇവിടെ കാണാൻ ഈ പോയിന്റിൽ എനിക്ക് ഇലക്ട്രോണിനെ മെഷർ ചെയ്യാനുള്ള എത്ര തവണ ഞാൻ മെഷർ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സ് കൃത്യം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ മെഷർമെൻറ്റിൽ എന്ത് സംഭവിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിന് പറയാൻ കഴിയില്ല. പക്ഷേ അനേകം മെഷർമെൻറ്റ്സ് നടത്തുമ്പോൾ പൊസിഷൻ ഇലക്ട്രോണിൻ്റെ സ്ഥാനം അനേകം തവണ മെഷർ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് എത്ര തവണ ഇലക്ട്രോണിനെ കാണാൻ കഴിയുമെന്ന് ക്വാണ്ടം മെക്കാനിക്സ് കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്രൊഡിക്ഷൻസ് ഒന്നും ഇതുവരെ എക്സ്പെരിമെൻ്റലായിട്ട് തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല. ഈ പ്രൊഡിക്ഷൻസ് എല്ലാം വളരെ അക്യുറേറ്റ് ആണ്. കാരണം നമ്മൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ആണ് ചെയ്യുക ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടതിൽ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നടത്തുമ്പോൾ എത്ര എണ്ണം ഔട്ട്കം, ഒരു നിശ്ചിത ഔട്ട്കം എത്ര തവണ വരുന്നു ക്വാണ്ടം മെക്കാനിക്സ് കൃത്യം പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അത്രയും തവണ തന്നെയാണ് നമുക്ക് ഔട്ട്കം കിട്ടുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന കാര്യം ഇതാണ്, ഒരു ഇലക്ട്രോണിനെ നിരീക്ഷിക്കുമ്പോൾ ഓരോ സ്ഥാനത്തും അതിനെ കാണാനുള്ള സംഭാവ്യത പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു തരും. ഈ സംഭാവ്യതകളുടെ കൂട്ടത്തിനെയാണ് നമ്മളൊരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സംഭാവ്യതകളുടെ കൂട്ടത്തിനെയാണ് നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ പോയിന്റിലും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞു തരുന്നുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇത് നമുക്കൊരു തരംഗമായിട്ട് കണക്കാക്കാം. ഓരോ പോയിന്റിലും ഒരു പ്രോബബിലിറ്റി ഉണ്ട്, ഇനി നമുക്കൊരു തരംഗമായിട്ട് കണക്കാക്കാം. അതായത് ഓരോ ഇലക്ട്രോണിനെ സംബന്ധിച്ച് നമുക്കൊരു സംഭാവ്യത തരംഗം അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി വേവ് സങ്കല്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിനെ സംബന്ധിച്ചൊരു പ്രോബബിലിറ്റി വേവ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പ്രോബബിലിറ്റി വേവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, അത് ശരിക്കുള്ള വേവ് അല്ല. ഓരോ പോയിന്റിലുള്ള സംഭാവ്യതകൾ നമ്മൾ എല്ലാ പോയിന്റിലും ഒരു സംഭാവ്യത പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂട്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. കാരണം എല്ലാ സ്ഥലത്തും വ്യാപിച്ച് കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. ഇതിനാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ സൈ എന്നുള്ളത് വെച്ചാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റുള്ള സ്ഥലം, അവിടെയാണ് ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സംഭാവ്യത ഉള്ളത്. അത് 0യിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ ഇലക്ട്രോണിനെ കാണില്ല എന്നുള്ളതാണ്. ഈ ലൈൻ 0 ആണ്. അപ്പോൾ ഈ വേവ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് ഓരോ സ്ഥാനത്ത് അതിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് നമ്മൾ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് നടത്തുമ്പോൾ അവിടെ എത്ര തവണ കാണുന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇവിടെ എല്ലാം വളരെയധികം അപ്രോക്സിമേഷൻസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്നുള്ളതുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്ക്വയറാണ് നമുക്ക് പ്രോബബിലിറ്റി തരുന്നത്. ഇതിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട്. അതായത് വേവ് 0യുടെ താഴേക്ക് പോകുന്ന സ്ഥലത്തും സെയിം ചാൻസ് ആണ്. വേവ് മാക്സിമം പോയിന്റിൽ എത്തുമ്പോഴും വേവ് 0യുടെ താഴേക്ക് പോകുമ്പോഴും അവിടെ കാണാനുള്ള പ്രോബബിലിറ്റി സെയിം ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 ഡിഫറെൻറ്റ് വേവ് ഫോംസിൻ്റെ ഉദാഹരണമാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു നിശ്ചിത പാറ്റേൺ ഉള്ളൊരു വേവ്, നിശ്ചിത വേവ് ലെങ്ത് ഉള്ളൊരു വേവാണ്. രണ്ടാമത്തെ ഒരു പോയിന്റിൽ മാത്രം പീക്ക് ആയിട്ടുള്ളൊരു വേവാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി പ്രകാരം ആദ്യത്തെ വേവ് പറയുന്നതനുസരിച്ച് ഈ പോയിന്റിൽ എല്ലായിടത്തും ഇലക്ട്രോണിനെ കാണാനുള്ള സംഭാവ്യത സെയിം ആണ്. മുകളിലത്തെ വേവ് നോക്കുകയാണെങ്കിൽ അവിടെ ഇത് പീക്കായിട്ടുള്ള എല്ലാ പോയിന്റുകളിലും ഇലക്ട്രോണിനെ കാണാനുള്ള സംഭാവ്യത സെയിം ആണ്. പക്ഷേ രണ്ടാമത്തെ വേവ് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം, ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഒരു പീക്ക് ഉണ്ട്, ബാക്കി എല്ലായിടത്തും 0 ആണ്. അതായത് ഇലക്ട്രോണിനെ ഒരു നിശ്ചിത പോയിന്റ് കാണാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥാനമുള്ള ഒരു ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വേവ്. രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്ഥാനമുള്ള ഒരു ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വേവാണ്. ഇതിനെയാണ് നമ്മൾ ദ്വൈത സ്വഭാവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രോൺസ് എല്ലാ സ്ഥലത്തും ഒരുമിച്ചായിരിക്കും, പക്ഷെ മെഷർ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സ്ഥാനത്ത് കാണാനുള്ള സാധ്യതയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് എല്ലാ കണികകൾക്കും എല്ലാ ഇലക്ട്രോണിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി വേവ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോബബിലിറ്റി വേവ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ദ്വൈത സ്വഭാവം എന്ന് പറയും. അതായത് ഇലക്ട്രോണുകൾക്ക് ഒരു തരംഗ സ്വഭാവമുണ്ട്, ഒരു
കണിക സ്വഭാവമുണ്ട്. ഇനി നമ്മൾ ദ്വൈത സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഈ തരംഗങ്ങളെയാണ് നമ്മൾ ഡിബ്രോയ് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ തരംഗങ്ങളെ, അതായത് ഓരോ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി വേവ്സിനെയാണ് നമ്മൾ ഡിബ്രോയ് വേവ്സ് എന്ന് പറയുന്നത്. ഈ ഡിബ്രോയ് തരംഗദൈർഘ്യം, ഡിബ്രോയ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിൽ. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം ലാംഡ ഈക്വൽ ടു h/p. ലാംഡ എന്ന് പറയുന്നത് എൻ്റെ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് തരംഗത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. പി എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്, അത് കണികയുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കണികയുടെ പ്രോപ്പർട്ടിയും തരംഗത്തിൻ്റെ പ്രോപ്പർട്ടിയും കണക്ട് ചെയ്യുന്നൊരു റിലേഷനാണ് ഈ ഡിബ്രോയ് വേവ് ലെങ്ത്തിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻34 ആണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് ഏത് ലെവലിലാണ് ക്വാണ്ടം മെക്കാനിക്സ് വാലിഡ് ആണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട സൂചകം. അതായത് ഡിബ്രോയ് വേവ് ലെങ്ത് ഡിബ്രോയ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് അവിടെ വാലിഡ് ആയിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഏത് കണികയാണോ പഠിക്കുന്നത് ആ കണികയുടെ ഡയമെൻഷനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ അതിന് കമ്പയറബിളോ ആണ് ഡിബ്രോയ് വേവ് ലെങ്ത് എങ്കിൽ നമ്മൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആണ് അവിടെ വാലിഡ് ആകുക. അതേസമയം ഡിബ്രോയ് വേവ് ലെങ്ത് വളരെ കുറവാണെങ്കിൽ, ഇത് ഏതിന് വേണമെങ്കിൽ നമുക്ക് ഡിബ്രോയ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഒരു ബസ്സിന് കണ്ടുപിടിക്കാം, ക്രിക്കറ്റ് ബോളിന് കണ്ടുപിടിക്കാം. നമ്മൾ ക്രിക്കറ്റ് ബോളിന് കണ്ടുപിടിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം വളരെ കൂടുതലായിരിക്കും, മുകളിലുള്ള 10⁻⁻34 ആണ്. അപ്പോൾ ക്രിക്കറ്റ് ബോളിൻ്റെ ഡയമെൻഷനേക്കാൾ എത്രയോ കുറവായിരിക്കും അതിൻ്റെ ഡിബ്രോയ് വേവ് ലെങ്ത്. അതായത് ക്രിക്കറ്റ് ബോളിനെ വിവരിക്കാൻ നമുക്ക് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു, മെഷർമെൻറ്റ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു, വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത സ്ഥലങ്ങളിൽ ഇലക്ട്രോണുകളെ കാണാനുള്ള സംഭാവ്യതയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ട്. ഓരോ കണികയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു തരംഗമുണ്ട്, ഒരു പ്രോബബിലിറ്റി തരംഗമാണെന്ന് പറഞ്ഞു. അത് കണികയുടെ ആക്കവും തരംഗത്തിൻ്റെ തരംഗദൈർഘ്യവും തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് കേൾക്കാത്തൊരു ചുരുക്കമായിരിക്കും അനിശ്ചിതത്വം പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ഒരേ സമയത്ത് ആക്കവും മൊമെൻറ്റവും അതിൻ്റെ പൊസിഷനും ഒരേ സമയത്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരേ സമയത്ത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റവും പൊസിഷനും സ്ഥാനവും ആക്കവും നിർണ്ണയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അങ്ങനെ ഒരു ഇലക്ട്രോൺ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതൊരു നിശ്ചിത പൊസിഷനും ഒരു നിശ്ചിത മൊമെൻറ്റും ഉള്ള ഒരു ഇലക്ട്രോൺ ഇല്ല. ക്വാണ്ടം മെക്കാനിക്കലി അത് അലൗഡ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കാണാം. ഇപ്പോൾ മുകളിലത്തെ വേവ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളൊരു വേവാണ് അല്ലേ. മുകളിലത്തെ വേവ് നോക്കുകയാണെങ്കിൽ ഏത് രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതൊരു ഡെഫിനിറ്റ് വേവ് ലെങ്ത് ഉള്ളൊരു വേവാണെന്ന് പറയാം. ഡെഫിനിറ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, വേവ് ലെങ്ത് എന്ന് പറയുന്നത് കണികയുടെ ആക്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡെഫിനിറ്റ് വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് മൊമെൻറ്റവും ഉണ്ടെന്നാണ് അർത്ഥം. ഡെഫിനിറ്റ് വേവ് ലെങ്ത് ഉള്ളൊരു വേവ് സൂചിപ്പിക്കുന്ന ഡെഫിനിറ്റ് മൊമെൻറ്റം ഉള്ളൊരു പാർട്ടിക്കിളിനെയാണ്. ഇത് വ്യക്തമായെന്ന് കരുതുന്നു. അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആണ്. അതായത് കുറച്ച് ഏരിയയിൽ മാത്രമേ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ സംഭാവ്യതയുള്ളൂ, ബാക്കിയുള്ളടുത്തത് 0 ആണ്. പക്ഷേ ആ വേവ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. മുകളിലത്തെ വേവ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മൊമെൻറ്റം ഉണ്ട്. പക്ഷേ അതിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും അതിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത സെയിം ആണ്. മുകളിലത്തെ വേവ് കറസ്പോണ്ട് ചെയ്യുന്ന മുകളിലത്തെ വേവ് നോക്കുക, അതിന് എല്ലാ സ്ഥലത്തും അതിനെ കണ്ടുപിടിക്കാനുള്ള സംഭാവ്യത തുല്യമാണ് അല്ലേ. എല്ലായിടത്തും ഒരേ എലിവേഷനാണ്, എല്ലായിടത്തും ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് ആണുള്ളത്. രണ്ടാമത്തെ വേവ് നോക്കുകയാണെങ്കിൽ നടുക്ക് മാത്രം കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവിന് നടുക്ക് മാത്രം കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, രണ്ട് സൈഡിലേക്കും കുറഞ്ഞു വരികയാണ്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു വേവ് ലെങ്ത്ത് ഇല്ല. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ അതിന് വേവ് ലെങ്ത്ത് വളരെ ഇൻഡെഫിനിറ്റ് ആണ്. കാരണം രണ്ട് ക്രസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് വേവ് ലെങ്ത്ത് പറയാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ വേവ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്ത് കംപ്ലീറ്റ്ലി ഇൻഡെഫിനിറ്റ് ആണ്. പക്ഷേ അത് ഒരു സ്ഥാനത്ത് മാത്രമാണ് പീക്ഡ് ആയിട്ടുള്ളത്. അതായത് മൂന്നാമത്തെ വേവ് എന്ന് പറഞ്ഞൊരു ഡെഫിനിറ്റ് പൊസിഷനുള്ള ഒരു ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്ന വേവാണ്. മുകളിലത്തെ വേവ് എന്ന് പറഞ്ഞൊരു ഡെഫിനിറ്റ് മൊമെൻറ്റത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വേവാണ്. അപ്പോൾ ഇത് രണ്ടും ഇൻകോമ്പാറ്റബിൾ ആണെന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് മനസ്സിലായില്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ഡെഫിനിറ്റ് പൊസിഷനും ഡെഫിനിറ്റ് മൊമെൻറ്റും ഉള്ള ഇലക്ട്രോണിനെ ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം നേച്ചറിലില്ല. അതുകൊണ്ടാണ് നമുക്കതിനെ മെഷർ ചെയ്യാൻ കഴിയാത്തത്. അല്ല നമ്മുടെ മെഷർമെൻറ്റിൻ്റെ കുഴപ്പമല്ല. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എന്തോ ഡിസ്റ്റർബ്ഡ് ആകുന്നതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അങ്ങനെയല്ല. ഡെഫിനിറ്റ് മൊമെൻറ്റും ഡെഫിനിറ്റ് പൊസിഷനുള്ള ഇലക്ട്രോണിനെ ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം നേച്ചറിലില്ല. ഇല്ലാത്ത സാധനത്തിന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനി എർവിൻ ഷ്രോഡിംഗർ എന്ന് പറഞ്ഞ ഒരാൾ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ ഇതാണ് സൂചിപ്പിക്കുന്നത്, സൂപ്പർ പൊസിഷനാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഷ്രോഡിംഗറിനത്
ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ വിയേർഡ്നെസ്, അതിലത്തെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഷ്രോഡിംഗർ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് വെച്ചു. ഈ സൂപ്പർ പൊസിഷൻ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിന് ഒന്നിലധികം അവസ്ഥയുള്ള ഒരുമിച്ചായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഷ്രോഡിംഗറിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൽ പ്രശ്നമുള്ളതായിട്ടാണ് ഷ്രോഡിംഗറിന് വന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് ഇഷ്ടപ്പെടാത്തത് കാണിക്കാൻ ഒരു ചിന്താ പരീക്ഷണം മുന്നോട്ട് വെച്ചത്. അതാണ് ഷ്രോഡിംഗറുടെ പൂച്ച. ഷ്രോഡിംഗറുടെ പൂച്ച പറഞ്ഞ എക്സ്പെരിമെൻ്റ് ഇതാണ്. ഓക്കെ, ഒരു ബോക്സിനകത്ത് പുറത്തുള്ള പരിസ്ഥിതിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഒരു പൂച്ചയെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയില്ല, പുറത്തുമായിട്ടുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ഒരു ഇൻറ്ററാക്ഷനും ഇല്ല. ഓക്കെ, ആ ബോക്സിനകത്ത് ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? ഇത് ഒരു ന്യൂക്ലിയസ് റേഡിയേറ്റ് ചെയ്യും. റേഡിയേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസിനാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുക. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് എന്തെങ്കിലും ഒരു എനർജി പുറത്ത് വിട്ടിട്ട് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം പ്രോസസ്സാണ്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ അകത്തൊരു റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. അതുപോലെ ഒരു ചുറ്റികയുണ്ട്. ഈ ചുറ്റിക ഒരു സെൻസറിനോട് ഘടിപ്പിച്ചിരിക്കുക. ചുറ്റികയുടെ താഴെ ഒരു സയനൈഡ് ബോട്ടിലാണുള്ളത്, സയനൈഡ് ബോട്ടിൽ. ഇപ്പോൾ സംഭവിക്കുന്ന ഇതാണ്, റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചുറ്റികയായിട്ട് ബന്ധപ്പെട്ട് ഡിറ്റക്ടർ അത് ഡിറ്റക്ട് ചെയ്യും. ചുറ്റിക താഴെ സയനൈഡ് ബോക്സിലേക്ക് വീഴും. സയനൈഡ് ബോട്ടിലേക്ക് വീഴും. സയനൈഡ് ബോട്ടിൽ പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാസ് ശ്വസിച്ച് പൂച്ച ചത്തുപോകും. ഇതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തികച്ചും ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഈ പൂച്ചയെ വെച്ചിട്ട് നമ്മളൊരു സാധാരണ ആളോട് ചോദിക്കുകയാണ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ, അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ പൂച്ചയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള എന്ത് പറയും? റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്യുമ്പോൾ ചുറ്റിക താഴെ വീഴും. അങ്ങനെയാണ് പൂച്ച സയനൈഡ് ബോട്ടിൽ പൊട്ടിയിട്ട് പൂച്ച ചത്തുപോകും. ഇതാ സംഭവിക്കുക. അപ്പോൾ സാധാരണ നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും cat is either dead or alive depending on whether the radioactive atom has radiated. ഇതാണ് പറയുക. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ലോജിക്കലായിട്ടുള്ള ആൻസർ. കാരണം റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സയനൈഡ് ബോട്ടിൽ പൊട്ടും, പൂച്ച ചത്തുപോകും. ഇതാണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്തില്ലെങ്കിൽ പൂച്ച ജീവനോടെ ഉണ്ടാവും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാണ്ടം സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ സാധ്യമായിട്ടുള്ള അവസ്ഥയുടെയും സൂപ്പർ പൊസിഷനാണ്, എല്ലാത്തിലും ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ക്വാണ്ടം ഫിസിസ്റ്റിനോടാണ് അത് ചോദിക്കുന്നതെങ്കിൽ അയാൾ എന്ത് പറയും? അരമണിക്കൂർ കഴിയുമ്പോൾ റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്യാനും റേഡിയേറ്റ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? റേഡിയേറ്റഡ് പ്ലസ് നോൺ റേഡിയേറ്റഡ് അവസ്ഥയിലായിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൂച്ചയുടെ അവസ്ഥ എന്തായിരിക്കും? ഡെഡ് പ്ലസ് എലൈവ്. അതായത് ഒരേ സമയത്ത് ചത്തതും ജീവനുള്ളതായിട്ടുള്ള പൂച്ചയായിരിക്കും ബോക്സിനുള്ളിൽ ഉണ്ടാവുക. ഇതേ ക്വാണ്ടം ഫിസിക്സ് അലോ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ ലോജിക്ക് പറയുന്നത് ദ ക്യാറ്റ് ഇസ് എയ്തർ ഡെഡ് ഓർ എലൈവ് എന്നാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ദ ക്യാറ്റ് ഇസ് ബോത്ത് ഡെഡ് ആൻഡ് എലൈവ് അറ്റ് ദ സെയിം ടൈം. എപ്പോഴാണ് അതിന് ഒരു നിശ്ചിത അവസ്ഥ കൈവരുന്നത്? നമ്മൾ ബോക്സ് തുറന്നു നോക്കുകയാണെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് മാറും. ഇത് നമ്മൾ പറഞ്ഞത്, നമ്മൾ ക്യാമറ വെക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനെ ഒന്നാമത്തെ ദ്വാരത്തിലോ രണ്ടാമത്തെ ദ്വാരത്തിലോ കാണും. അതിൽ ബോക്സ് തുറന്നു നോക്കുകയാണെങ്കിൽ പൂച്ച ഒന്നുകിൽ ചത്തതായിട്ടോ ജീവിച്ചതായിട്ടോ ആണ് നമ്മൾ കാണുക. പക്ഷേ നമ്മൾ ബോക്സ് തുറക്കാത്തപ്പോഴുള്ള പൂച്ചയുടെ അവസ്ഥ എന്ന് പറയുന്നത് ബോത്ത് ഡെഡ് ആൻഡ് എലൈവ് ആയിരിക്കണം, ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ. ഇതാണ് ഷ്രോഡിംഗർ ഇതിന് ഒരു വൈരുദ്ധ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ കൃത്യം സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. അനേക അഭിപ്രായങ്ങളുണ്ട്. ഒരു ഇൻ്റർപ്രിറ്റേഷണൽ പ്രോബ്ലം ആണെന്നാണ് നമ്മൾ പറയുക. അതിന് നമ്മൾ വ്യാഖ്യാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിനാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ വ്യാഖ്യാനം എന്നുള്ളതാണ്. നീൽസ് ബോറും വെർണർ ഹൈസൻബർഗ് എല്ലാം കൂടെ നിർമ്മിച്ചെടുത്തൊരു വ്യാഖ്യാനമാണ്. ഇത് പറയുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. നമ്മുടെ നിരീക്ഷണമാണ് ഇലക്ട്രോണിനൊരു അവസ്ഥ കൊടുക്കുന്നത്. നിരീക്ഷണത്തിന് മുൻപ് നമ്മൾ നിരീക്ഷിക്കാത്തപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. അതായത് നിരീക്ഷിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണിന് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളില്ല, പ്രോപ്പർട്ടീസ് ഇല്ല. നമ്മുടെ നിരീക്ഷണമാണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ദാറ്റ് ഗീവ്സ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടീസ് ടു ദ ഇലക്ട്രോൺ, ടു ദ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. ഇതാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത്. അതായത് നമ്മുടെ മെഷർമെൻ്റ് ആണ് ഇലക്ട്രോണിന് നിശ്ചിതമായിട്ടുള്ള അവസ്ഥ കൊടുക്കുന്നത്.
അപ്പോൾ ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോൺ നിശ്ചിതമായിട്ടുള്ള അവസ്ഥയില്ല, എല്ലാ അവസ്ഥകളിലും പരന്നു കിടക്കുകയാണ്. പക്ഷെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങും. ഇതിനെയാണ് കോപ്പൻഹേഗൻ വ്യാഖ്യാനത്തിൽ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു വ്യാഖ്യാനമുണ്ട്, അത് അനേക പ്രപഞ്ച വ്യാഖ്യാനം. അനേക പ്രപഞ്ച വ്യാഖ്യാനം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിനെ ലിറ്ററൽ സെൻസിൽ എടുക്കുകയാണ്. അതായത് നമ്മൾ പൂച്ച ചത്തോ ജീവിച്ചോ എന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ ആ സൂപ്പർ പൊസിഷനിലേക്ക് കടന്നു പോകും. അതായത് പ്രപഞ്ചം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് അവിടെ ഒരു ഫിലിം പോലെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു യൂണിവേഴ്സിൽ ചത്ത പൂച്ചയും ഒരു യൂണിവേഴ്സിൽ ജീവിച്ച പൂച്ചയും. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് പോലുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ നമുക്ക് അനന്തമായിട്ടുള്ള എണ്ണം പ്രപഞ്ചങ്ങൾ അവിടെ ഉണ്ടാവും. അടുത്ത എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. ക്വാണ്ടം നോൺസെൻസ് അഥവാ ക്വാണ്ടം അസംബന്ധം, കാപ്ര മുതൽ ചോപ്ര വരെ. പിന്നെ നവയുഗ ആത്മീയത എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു 1970s സംഭവിച്ചത്. അതായത് സയൻസിനെയും സ്പിരിച്വാലിറ്റിയും കൂട്ടിയിണക്കുക, ഒരു എക്ലക്റ്റിക് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി. ഇതിനാണ് നവയുഗ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു ഈ താവോ ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ. പലരും വായിച്ചിട്ടുണ്ടാകുന്ന എനിക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ്. ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്നുള്ള ഒരാളാണ് ഇത് എഴുതിയത്. ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള മോഡേൺ ഫിസിക്സിനെ വിശദീകരിക്കുന്ന ഒരു ഭാഗം, മറ്റൊന്ന് ഈസ്റ്റേൺ മിസ്റ്റിസിസം, അതായത് പൗരസ്ത്യ ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഭാഗം, മൂന്നാമത്തേത് ഇത് തമ്മിലുള്ള കണക്ഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഭാഗം. ഇതിൽ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അക്യുറേറ്റ് ആണ്. കാരണം അങ്ങനെ പഠിച്ചൊരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്നു. ആത്മീയതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാവാനാണ് സാധ്യത. പക്ഷേ പ്രശ്നം എവിടെയാണ്, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ വീക്ക് കണക്ഷൻസ് ആണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാൽ ഇദ്ദേഹം കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അക്കാലത്തെ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്തുകൊണ്ടിരുന്ന ഫിസിസിസ്റ്റിൻ്റെ വാക്കുകളെയാണ്, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഓരോ കോട്ട് എടുക്കും, ഓരോ ഫിസിസ്റ്റിൻ്റെ കോട്ട് എടുക്കും, എന്നിട്ട് ആത്മീയതക്കാരുടെ ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് അത് രണ്ടും സെയിം ആണെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഈ വാക്കുകളുടെ പ്രശ്നം, വാക്കുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വീക്കായിട്ടുള്ളൊരു കണക്ഷനാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. അല്ലാതെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഗണിതപരമായിട്ടുള്ള സിദ്ധാന്തം എടുത്തിട്ട് അത് ഈസ്റ്റേൺ മിസ്റ്റിസിസമായിട്ട് ഈക്വൽ ആണെന്നല്ല അങ്ങേര് വാദിച്ചത്. അതുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള കണക്ഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നീട് പറയും താമസിയാതെ. അപ്പോൾ അടുത്ത ആളാണ് ദീപക് ചോപ്ര. പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാപ്രയുടെ സ്കൂളിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിട്ട് ജീവിത വിജയം നേടിയ ഒരാളാണ് ദീപക് ചോപ്ര. കാപ്ര മുന്നോട്ട് വെച്ചൊരു സ്കൂളുണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് പൗരസ്ത്യ ആത്മീയതയുടെ തിരിച്ചറിവുകളെ, ദർശനങ്ങളെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വെച്ച ഇത് പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രജ്ഞ അല്ലെങ്കിൽ മൈൻഡാണ് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് എൻറ്റിറ്റി. ബാക്കിയെല്ലാം ഇല്യൂഷൻസ് ആണ്. റിയാലിറ്റി നിർമ്മിക്കുന്ന നമ്മുടെ മൈൻഡിലാണ്. റിയാലിറ്റി ഉണ്ടാകുന്നത് കോൺഷ്യസ്നെസ്സിലാണ്. ബാക്കിയെല്ലാം ഇല്യൂഷനാണ്. ഇത് കാരണം ഐഡിയലിസമാണ്. ഇതാണ് ബുദ്ധിസവും അതുപോലെ ഹിന്ദുയിസത്തിൻ്റെ പല മായാവാദം എല്ലാം ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളെ, പൗരസ്ത്യ ആത്മീയതാ വാദങ്ങളെ ക്വാണ്ടം മെക്കാനിക്സ് സാധൂകരിക്കുന്നു എന്നുള്ളതാണ് കാപ്രയുടെ പ്രബന്ധം. താവോ ഫിസിക്സിൻ്റെ പ്രബന്ധം അതാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചിട്ട് ജീവിതവിജയം നേടിയ ഒരാളാണ് ദീപക് ചോപ്ര. ദീപക് ചോപ്ര ജീവിതവിജയം നേടിയ എങ്ങനെയാണെന്ന് ഈ ക്വാണ്ടം ഹീലിംഗ്, ഏജ്ലെസ് ബോഡി, ടൈംലെസ് മൈൻഡ്, ദ ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതി കോടികളാണ് സമ്പാദിച്ചത്. ക്വാണ്ടം ഹീലിംഗ് എല്ലാത്തിനും കൂടെ ക്വാണ്ടം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ക്വാണ്ടം വളരെ മിസ്റ്റീരിയസ് ആയുള്ള സാധനം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും ഇത് വാങ്ങി വായിക്കും. അപ്പോൾ ഇങ്ങനെയുടെ പ്രധാനപ്പെട്ട തിരിച്ച് ഇതാണ്, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ചിന്തകൾക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ഇവൻസിനെ കൺട്രോൾ ചെയ്യാൻ, റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ, കോൺഷ്യസ്നെസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റ് അല്ലെ ക്വാണ്ടം മെക്കാനിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെ മാറുന്നു നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഹീലിംഗ് പ്രോസസ്സ് നടത്താം എന്നുള്ളതാണ് ദീപക് ചോപ്ര പറയുന്നത്. അതുപോലെ അങ്ങനെ തന്നെ നമുക്ക് ഈ പ്രായമാവാതെ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മുടെ ചിന്തകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രായമാവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇങ്ങയുടെ. അപ്പം അതിന് നല്ലൊരു സൂചന ഈ പുസ്തകം എഴുതിയ സമയത്തുള്ള അങ്ങയുടെ ഫോട്ടോ ആണ് ആ പുസ്തകത്തിലുള്ളത്. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞുള്ള ഫോട്ടോ ആണ്. പ്രായം കൂടിയിട്ടുണ്ട് ഏതായാലും, അപ്പം സംഭവം വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ അങ്ങയുടെ കുറേ ഫേമസ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സയൻറ്റിസ്റ്റ് ബിഗാൻ ടു കൺസിഡർ അഗൈൻ ദ ഓൾഡ് ക്വസ്റ്റ്യൻ ഓഫ് പോസിബിലിറ്റി ഓഫ് കോംപ്രിഹെൻഡിങ് ദ വേൾഡ് ആസ് എ ഫോം ഓഫ് മൈൻഡ്. അതായത് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ വേറെയും അസംബന്ധങ്ങളുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ക്വാണ്ടം കോൺവെർസേഷൻസ്, ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ, ഇൻഫിനിറ്റ് മാസ്റ്ററി, ഇങ്ങനെ ഇഷ്ടം പോലെ സാധനം കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ബൈബിളിലും ഖുറാനിലും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്ത സംഭവങ്ങൾ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെ കിട്ടും. ഇതിനാണ് നമ്മൾ ക്വാണ്ടം നോൺസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇതെന്താണെന്ന് ഇവർ കോപ്പൻഹേഗൻ വ്യാഖ്യാനം എടുക്കും. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ്, നിരീക്ഷിക്കുന്നതിന് മുമ്പ്
അതിന് നിശ്ചിതമായിട്ടുള്ള റിയാലിറ്റി ഇല്ല, നിരീക്ഷകനാണ് അതിന് റിയാലിറ്റി കൊടുക്കുന്നത്. ഇതാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും, നിരീക്ഷകൻ്റെ കോൺഷ്യസ്നെസ് ആണ് നിശ്ചിതമായിട്ടുള്ള റിയാലിറ്റിയെ നിർമ്മിക്കുന്നത്. നമ്മൾ നിരീക്ഷകൻ്റെ കോൺഷ്യസ്നെസ് ഇല്ലാത്തപ്പോൾ നിശ്ചിതമായിട്ടുള്ള റിയാലിറ്റി ഇല്ല. ഇതാണ് ഇങ്ങനെയൊരു എക്സ്റ്റൻഷനാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവർക്ക് പറ്റിയ പറ്റെന്താണെന്ന്, ഈ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷനിൽ നിരീക്ഷകൻ എന്ന് പറഞ്ഞൊരു കോൺഷ്യസ് ഒബ്സർവർ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് അപ്പാരറ്റസ് ആയാൽ മതി. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ ഒരു ക്യാമറ ആയാൽ മതി. അതായത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഒബ്സർവർ വേണമെന്നില്ല റിയാലിറ്റിയെ നിർമ്മിക്കാൻ. കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ ഇത് തന്നെയാണ് പറഞ്ഞത്, നിരീക്ഷണം തന്നെയാണ് റിയാലിറ്റിയെ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റി ഇല്ല. അത് ക്വാണ്ടം മെക്കാനിക്കൽ ലെവലിലാണ്. പക്ഷേ നമുക്കറിയാം ഒരു കോൺഷ്യസ് ഒബ്സർവർ വേണ്ട, ഏതെങ്കിലും ഒരു മെഷറിങ് അപ്പാരറ്റസ് മതി. അപ്പോൾ കോൺഷ്യസ്നെസ് എന്നുള്ള ആ വാദം തെറ്റാണ്. അതുപോലെ അടുത്തിങ്ങനെ പറയുന്നത് ഈ ക്വാണ്ടം ഹീലിംഗ്, ക്വാണ്ടം ഓൾട്ടർനേറ്റീവ് ടു ഗ്രോയിങ് ഓൾഡ്, അതിൽ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള റിയാലിറ്റി ചൂസ് ചെയ്യാമെന്നാണ്. നമ്മുടെ ചിന്തകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ ഇഷ്ടമുള്ള റിയാലിറ്റി ചൂസ് ചെയ്യുന്നതാണ്. അതായത് കോൺഷ്യസ്നെസ് ആണ് റിയാലിറ്റിയെ നിർണ്ണയിക്കുന്നതെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ചെയ്യുന്നതിലൂടെ ഇഷ്ടമുള്ള റിയാലിറ്റി നമുക്ക് സൃഷ്ടിക്കാം എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് കൃത്യമായിട്ടുള്ള പ്രോബബിലിറ്റീസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺഷ്യസ്നെസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ നമ്പേഴ്സിനെ മാറ്റാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്കം വരുത്താൻ കഴിയുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയെ നമുക്ക് മാറ്റാം. അതായത് എൻ്റെ ചിന്ത കേന്ദ്രീകരിച്ചിട്ട് ഇലക്ട്രോണിനെ എപ്പോഴും എനിക്ക് ഇവിടെ മെഷർ ചെയ്യാൻ കഴിയുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയെ നമുക്ക് വയലേറ്റ് ചെയ്യാം. പക്ഷേ ഇതുവരെയുള്ള ഒരു എക്സ്പെരിമെൻറ്റിലും കാലങ്ങളായിട്ട് നടത്തിയ എല്ലാ എക്സ്പെരിമെൻറ്റിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രൊഡിക്ഷനും തെറ്റാണെന്ന് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതും ബോഗസ് ആണ്. അതുപോലെ ചോപ്രയ്ക്ക് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന വേറെ കാര്യമാണ്, നമ്മൾ നോക്കാത്തപ്പോൾ ചന്ദ്രൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ഈ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്ന ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ്. പിന്നെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ഇതിനും ഇതേ കാര്യം അപ്ലൈ ചെയ്യും. നമ്മൾ നോക്കാത്തപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നില്ല, വെറും പ്രോബബിലിറ്റീസ് മാത്രമേ ഉള്ളൂ, ചന്ദ്രനൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് സ്ട്രിക്റ്റ്ലി മൈക്രോസ്കോപ്പിക് വേൾഡിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മൈക്രോസ്കോപ്പിക് വേൾഡിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന കിട്ടണമെങ്കിൽ ഡിബ്രോയ് വേവ് ലെങ്ത് എടുത്ത് നോക്കിയാൽ മതി. ചന്ദ്രൻ്റെ ഡിബ്രോയ് വേവ് ലെങ്ത് അല്ല ഇലക്ട്രോണിൻ്റെ ഡിബ്രോയ് വേവ് ലെങ്ത്. ചന്ദ്രൻ്റെ ഡിബ്രോയ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനേക്കാളും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ചന്ദ്രനും ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്ജക്റ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ചിന്താപരീക്ഷണം മുന്നോട്ട് വയ്ക്കാം. ഈ കോൺഷ്യസ്നെസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് റിയാലിറ്റിയെ മാറ്റാൻ കഴിയുമെങ്കിൽ ചിന്താപരീക്ഷണം മുന്നോട്ട് വയ്ക്കാം. ദീപക് ചോപ്ര ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തുക, എന്നിട്ട് ഒരു തോക്കെടുത്ത് വെടിവെക്കുക. എന്നിട്ട് ഇതെല്ലാം ഈ ചന്ദ്രനും വെടിയുണ്ടുകളും എല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്ജക്റ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ടയെ ഇങ്ങനെ ചിന്ത കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങയുടെ അഭിപ്രായ പ്രകാരം വെടിയുണ്ട എന്ന് പറയുന്ന ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്ജക്റ്റ് ആണ്, പ്രോബബിലിറ്റീസ് ആണ്, അയാളാണ് റിയാലിറ്റി കൊടുക്കേണ്ടത്. അയാൾക്ക് റിയാലിറ്റി കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. അല്ല, അങ്ങനെ ചിന്താപരീക്ഷണം മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഒരു വെല്ലുവിളി നമുക്ക് നടത്തി വെക്കാമെന്ന്. പക്ഷെ എന്തായാലും അത് സ്വീകരിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ചാടി നോക്കാൻ പറയാം. ഈ താഴെയുള്ള ഗ്രൗണ്ടിൻ്റെ ആറ്റങ്ങളൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ റിയാലിറ്റി കൊടുക്കുന്നത് അങ്ങയുടെ കോൺഷ്യസ്നെസ് ആണെന്നാണ് അങ്ങേരെ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ റിയാലിറ്റി കൊടുക്കാതിരുന്നാൽ താഴെ വീണാലൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസ് നമുക്ക് നടത്തി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് പൗരസ്ത്യ ആത്മീയതയുടെ സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുന്നു എന്ന് പറയുന്ന ഐഡിയ ബോഗസാണ്. അതിൽ മീനിങ് ഇല്ല. പക്ഷെ ഞാനൊരു പടിയും കൂടെ കടന്നിട്ട് ഈസ് മോഡേൺ ഫിസിക്സ് ഈവൻ കൺസിസ്റ്റൻറ്റ് വിത്ത് ഈസ്റ്റേൺ മിസ്റ്റിസിസം. ഓക്കെ, അതായത് അത് സാധൂകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആണോ, ഞാൻ ആർഗ്യ ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്. ആത്മീയത പ്രസ്ഥാനങ്ങളിൽ ഐഡിയലിസം ഉണ്ട്. അതായത് മൈൻഡാണ്, കോൺഷ്യസ്നെസ് ആണ് റിയൽ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഇല്യൂഷനാണ്. ബുദ്ധനും ശങ്കരനൊക്കെ ഇതേ വാദമാണ് മുന്നോട്ട് വെച്ചത്, ബാക്കിയെല്ലാം ഇല്യൂഷനാണ് എന്ന് പറയുന്ന വാദമാണ്. പക്ഷേ സയൻസ് കൃത്യമായിട്ട്, ക്വാണ്ടം മെക്കാനിക്സ് ആയാലും മോഡേൺ ഫിസിക്സ് ആയാലും കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിയാലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. ആ റിയാലിറ്റിയുടെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദ്രവ്യമാണ്, മാറ്ററാണ് റിയാലിറ്റിയുടെ അടിസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള ദ്രവ്യഘടനയുടെ എന്തെങ്കിലും ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം എന്ന് തന്നെയാണ് സയൻസ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സയൻസ് അനുസരിച്ച് ഒബ്സർവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടന നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം മായയാണ്, അല്ല കോൺഷ്യസ്നെസ്സിലാണ് റിയാലിറ്റി എന്ന് പറയുന്ന പൗരസ്ത്യ ആത്മീയത തത്വങ്ങളെ ആക്ച്വലി ഫിസിക്സ്, ഭൗതികശാസ്ത്രം അസാധുവാക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ തീരും. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് അല്ല എന്ന് മാത്രമല്ല, അത് തെറ്റാണ്. ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റൻ്റ് വിത്ത് ദ ലോസ് ഓഫ് മോഡേൺ ഫിസിക്സ്. അതുപോലെ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ലോകം ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു
ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ടെസ്റ്റുകളും അത് തെറ്റാണെന്ന് തെളിയിക്കുന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാം മായയാണ്, എല്ലാം നമ്മുടെ മനസ്സിലാണെന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അറിയാനൊന്നുമില്ല, അറിയാനുള്ളൊരു മെത്തഡോളജി ഇല്ല. കാരണം ഒന്നുമില്ല പിന്നെ അറിയാനൊന്നുമില്ലല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 6 നമ്പർ എന്നുള്ള സിനിമയിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. നീ ആരാണെന്ന് നരേന്ദ്രപ്രസാദിൻ്റെ ക്യാരക്ടർ ചോദിക്കുമ്പോൾ ഇവ പറയുന്ന, മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസം കയറുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടി ഇതേ ചോദ്യത്തിന് ഉത്തരം, ഞാനാര്. അവരും അറിഞ്ഞില്ല, അത് അവരും പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താ? ദേ സ്റ്റാർട്ടഡ് വിത്ത് ദ റോങ് അസംഷൻ. റിയാലിറ്റി പുറത്തല്ല, റിയാലിറ്റി നമ്മുടെ ഉള്ളിലാണ്, എല്ലാം മായയാണെന്ന് അവർ അസ്യൂം ചെയ്യും. പിന്നൊന്നും അറിയാനില്ല, അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്. ഇപ്പോൾ ഒരു ഫിസിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, നീ ആരാണെന്ന് ചോദിച്ചാൽ അഹം ദ്രവ്യാസ്മി എന്ന് പറയാം. ഐ മെയ്ഡ് ഓഫ് മാറ്റർ പാർട്ടിക്കിൾസ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ ഞാൻ ക്വാർക്കുകളും ലെപ്റ്റോണുകളുമാണെന്ന് പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആത്മീയ തത്വങ്ങൾ, പൗരസ്ത്യാത്മീയ തത്വങ്ങളെല്ലാം ഇതുമായിട്ട് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് വെറും ബോഗസ് ആയിട്ടുള്ള ഇതാണ്. ഇത് സ്യൂഡോ സയൻസ് ആണ്. ഇനി സ്യൂഡോ സയൻസിൻ്റെ മെത്തഡോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അത് ഈ മെത്തഡോളജിയാണ് ആക്ച്വലി. അതായത് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിങ്ടൺ DC ടു മിയാമി ബീച്ച് എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ദീപക് ചോപ്രയോട് പല സയൻസിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും മനസ്സിലാകാത്ത എന്നാൽ കുറേ വാക്കുകൾ, വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സിദ്ധാന്തങ്ങളാണ് ഇങ്ങനെ പടച്ചു വിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ പറയുന്ന, ഐ ആം ദ ആൻസർ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇൻ ദീസ് ഡേയ്സ് ഓഫ് ഡീജനറേറ്റിംഗ് ആൻഡ് ഡീസെൻസീസ് ഓഫ് മിയാമി ബീച്ച് ടു വാഷിങ്ടൺ വെൻ ഡിപ്ലോമസി ആൻഡ് ഡിപ്രസിറ്റി ബിക്കം ദ ഇൻ്റർചേഞ്ചബിൾ ഫ്രം കംപ്ലീറ്റഡ് അമേരിക്ക ടു അമേരിക്ക എന്നിങ്ങനെയൊക്കെ പറയുന്നത്. ഈ രീതിയിലാണ് ദീപക് ചോപ്രയുടെ സിദ്ധാന്തങ്ങൾ. പക്ഷെ നമ്മൾ സയൻസിൻ്റെ ആളുകൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയും യു ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് ആൾക്കാർ പറയും. കാരണം ആൾക്കാർക്ക് ഇഷ്ടം ദീപക് ചോപ്ര പറയുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്സ്. ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ജോർജ് ദർശൻ്റെ ടാക്യോൺ തിയറിയും മനസ്സിനെ ക്വാണ്ടം ഭാവനയിൽ നിർവചിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, മനസ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്വാണ്ടം ഭാവന ഇല്ല. വി ക്യാൻ ആർഗ്യൂ. മനസ്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്വാണ്ടം ഭാവന ഇല്ല. അതായത് ക്വാണ്ടം നിയമങ്ങൾ അടിസ്ഥാനമാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് മനസ്സിനെക്കുറിച്ച് ഒരു തിയറി നമുക്കിതുവരെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തിയറി ഇല്ല. അങ്ങനെ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണികയാണ് ടാക്കിയോൺ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണികയാണ് ടാക്കിയോൺ എന്ന് പറയാം. അങ്ങനെ ഒരു കണിക ഉള്ളതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഒരു കണികയില്ല, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണികയാണ്. അതിൻ്റെ ഐഡിയ എത്രയേ ഉള്ളൂ, ടാക്കിയോൺ എന്ന് പറഞ്ഞൊരു കണിക, അതായത് ജന്മം കൊള്ളുമ്പോൾ തന്നെ പ്രകാശത്തിൻ്റെക്കാളും വേഗതയെ സഞ്ചരിക്കുന്ന കണിക എന്ന് പറയുന്നത് റിലേറ്റിവിറ്റി തിയറിയെ വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അത് മനസ്സുമായിട്ടൊരു ബന്ധമില്ല. സോറി, പ്രകാശത്തെക്കാളും വേഗതയിൽ മനസ്സിന് സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണ്? ഇത് വ്യക്തമായിട്ട് നിർവചിക്കാത്ത കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രോണിന് കോൺഷ്യസ്നെസ് ഉണ്ടെന്നൊക്കെയാണ് ദീപക് ചോപ്ര പറയുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്താണെന്ന് നിർവചിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിന് കോൺഷ്യസ്നെസ് ഉണ്ടെന്നോ കോൺഷ്യസ്നെസ്സിന് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ആവശ്യപ്പെടുന്ന ഒരു തെളിവുകളും നമുക്കിതുവരെ ഇല്ല. അങ്ങനെ ഒരു സിദ്ധാന്തവും ഇല്ല, അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഒന്നുമില്ല. അതായത് കോൺഷ്യസ്നെസ് പ്രധാനമാണെന്ന് കാണിക്കുന്ന, അല്ലെ ഇലക്ട്രോണിന് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ആവശ്യമുള്ള ഒരു സിദ്ധാന്തവും ഒരു പരീക്ഷണവും നമുക്ക് നിലവിലില്ല. വെറുതെ പറയുന്നതാണ്, ജസ്റ്റ് നോൺ സെൻസ്. അപ്പോൾ ഈ മനസ്സ്, കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് വ്യക്തമായിട്ട് നിർവചിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ മനുഷ്യനും പ്രത്യേകം ബെത്തോൻ ഡിബ്രോയി തരംഗദൈർഘ്യമുണ്ട്. രണ്ടുപേർ തമ്മിലുള്ള മാനസിക ഐക്യം ഡിബ്രോയി തരംഗത്തിൻ്റെ സിങ്ക്രോണിസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നവീക ആത്മീയത സാക്ഷ്യപ്പെടുന്നു. തെറ്റാണ്. കാരണം ഡിബ്രോയി തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഡയമെൻഷനേക്കാൾ എത്രയോ ചെറുതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്വാണ്ടം മെക്കാനിക്സ് അനുവദിക്കുന്നില്ല. ഈ എൻറ്റാങ്കിൾമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈക്രോസ്കോപ്പിക് ലോകത്ത് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. മൈക്രോസ്കോപ്പിക് ലോകത്ത് മുഴുവനായിട്ട് നമുക്ക് ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ മതി. അതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ രണ്ട് നമ്മൾ മാനസിക ഐക്യം, സ്നേഹം, പ്രണയം, ഇതിനൊന്നും ക്വാണ്ടം മെക്കാനിക്സ് ആയിട്ടൊരു ബന്ധമില്ല. ഇനി ബന്ധമുണ്ട് എന്നാണ് സ്യൂഡോ സയൻറ്റിസ്റ്റ് പറയുന്നത്. അതാണ് ദീപക് ചോപ്രയെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ വെബ് ഓഫ് ലൈഫ് കൂടെ വായിച്ചിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റിയെക്കുറിച്ച് പറയാമോ? ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മുടെ ഹോൾ യൂണിവേഴ്സ്. അത്രയും പോരാ, അതിൽ കൂടുതൽ എന്തെങ്കിലും അപ്ലിക്കേഷൻ വേണം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മുടെ മൊത്തം പ്രപഞ്ചവും. കാരണം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രപഞ്ചത്തെ
ൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. പിന്നെ വേറെ ഇഷ്ടംപോലെ ഉണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിങ് അങ്ങനെയുള്ള. അപ്പോൾ ഇലക്ട്രോണിക്സ് എല്ലാം നമ്മൾ ഉദാഹരണത്തിന് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്, അത് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്, അത് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാൽക്കുലേഷൻസിനെ വേഗത കൂട്ടാമെന്ന് കരുതുന്ന ഒരു ഐഡിയ ആണ്. ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സിലും സെമി കണ്ടക്ടർ ഇതിലെല്ലാം നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ സെൻസ് ഇസ് ദ കളക്ഷൻ ഓഫ് prejudices, സോ കോമൺ സെൻസ് ഹാസ് നോ യൂസ്. കോമൺ സെൻസ് ഹാസ് യൂസ് ബട്ട് ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. കോമൺ സെൻസിന് പ്രയോജനം ഇല്ല എന്നല്ല, കോമൺ സെൻസിന് പ്രയോജനമുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ലിമിറ്റേഷൻ. നമ്മുടെ അനുഭവ മണ്ഡലത്തിലെ ലോകത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള പെർസ്യൂട്ടിൽ കോമൺ സെൻസ് സഹായിക്കുമെങ്കിലും പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട്. കോമൺ സെൻസായിട്ട് കൺസിസ്റ്റൻ്റ് ആവണമെന്നില്ല പ്രകൃതി ബിഹേവ് ചെയ്യുന്നത്. കോമൺ സെൻസ് പറഞ്ഞ പ്രെജുഡിസ് തന്നെയാണ്, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ കോമൺ സെൻസിനെ നിർണ്ണയിക്കുന്നത്. റൈറ്റ്, താങ്ക് യു.